നമസ്കാരം. CPM-ലെ കത്ത് വിവാദം കുഴഞ്ഞുമറിയുകയാണ്. പാർട്ടി നേതാക്കൾക്ക് ലണ്ടനിലെ പാർട്ടി അനുഭാവിയായ വ്യവസായി രാജേഷ് കൃഷ്ണയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന ആരോപണം അസംബന്ധം എന്ന ഒറ്റവാക്കിൽ തള്ളുകയാണ് നേതൃത്വം. പാർട്ടി അനുഭാവിയായ ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് ആരോപണ വിധേയന് കിട്ടിയത് എങ്ങനെയാണ്? ചോർന്നത് എവിടെ നിന്നാണ്? കത്തിൽ പറയുന്ന ആരോപണങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് വിലക്കിയത് എന്തിനായിരുന്നു? തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം CPM പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പരാതിക്കാരനായ ഷർഷാദ് ഗാർഹിക പീഡനം അടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളിൽ കുറ്റക്കാരനാണ് എന്ന് വ്യക്തമാക്കുന്ന കോടതി ഉത്തരവുകൾ മുൻ ഭാര്യ ഇന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ സൂപ്പർ പ്രൈം ടൈമിൽ ശ്രീ വി വസീഫ് CPM, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ശ്രീ ശങ്കുട്ടി ദാസ് BJP എന്നിവർ. ആദ്യം ശ്രീ വി വസീഫ്, CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ആണല്ലോ പാർട്ടി അനുഭാവിയായ ഷർഷാദ് എഴുതിയ ഈ പരാതി കിട്ടിയത്. അപ്പോൾ CPIM പാർട്ടി നേതാക്കളെ കൂടി പരാമർശ വിധേയമാക്കുന്ന ഈ പരാതി പരിശോധിച്ചിട്ടുണ്ടോ? അതേക്കുറിച്ചൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അഭിലാഷേ, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് അഭിലാഷിന് ബോധ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ മെയിൻ വാർത്തയായത് നോക്കൂ നിങ്ങൾ. ഞാൻ അങ്ങോട്ട് വരാം. മെയിൻ വാർത്തയാണ്. മാതൃഭൂമി പോലെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു പത്രത്തിൻ്റെ ഏറ്റവും ലീഡിങ് ന്യൂസ്. ഇത് എന്താ സംഭവം? നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ PBയുടെ എന്തോ രഹസ്യമാണോ ചോർന്നത്? ഈ പറയുന്ന പരാതിക്കാരൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഈ പരാതി ഇട്ടിട്ട് ഞാൻ PBക്ക് അയച്ച കത്ത് ഇനി ആവശ്യമുള്ളവർക്കൊക്കെ ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞത് എന്റെ കൈവശമുണ്ട്. അല്ല, ഇൻസ്റ്റാഗ്രാമിൽ ആ പരാതിയുടെ കവറിംഗ് പേജ് അല്ലേ ഇട്ടിട്ടുള്ളൂ? ഇപ്പോൾ അയാൾ മുക്കി കേട്ടോ. മതിയല്ലോ. അതിന്റെ അർത്ഥം ചോദിച്ചവർക്കൊക്കെ അയാൾ കൊടുത്തിട്ടുണ്ടാവാം. അല്ല, അപ്പോ അദ്ദേഹത്തോട് അതിനടിയിലുള്ള ക്യാപ്ഷൻ എന്താ? ഈ പരാതിക്കാരൻ ആവശ്യം ഉള്ള ആളുകൾക്കൊക്കെ അത് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണല്ലോ. ഓക്കെ, ശരി. അങ്ങനെ ആവശ്യക്കാർ ഈ പരാതിക്കാരിൽ നിന്ന് വാങ്ങിയ പരാതിയാണോ രാജേഷ് കൃഷ്ണ ഹൈക്കോടതിയിൽ കൊടുത്തത്? രാജേഷ് കൃഷ്ണ ഹൈക്കോടതിയിൽ പറയുന്നത് ഇത് CPM PBക്ക് കൊടുത്ത പരാതിയാണ് എന്നാണ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. രാജേഷ് കൃഷ്ണക്കെതിരെ ഒറ്റ മിനിറ്റ് അഭിലാഷ്. രാജേഷ് കൃഷ്ണക്കെതിരെ CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് അശോക് ധവളക്ക് പരാതി കൊടുത്തത് ഞാനാണ്. ആർക്ക് വേണമെങ്കിലും പരാതിയുടെ പകർപ്പ് ആവശ്യപ്പെടാം എന്നുള്ളതാണ്. ബാക്കി നിങ്ങൾ ഇനി ഇത് കിട്ടിയത് ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നിന്നാണോ കിട്ടിയത്, അല്ല ഇയാളെ കൊടുത്ത ആരുടെയെങ്കിലും കയ്യിൽ നിന്നാണോ ഇത് കിട്ടിയത് എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ PBയിൽ നിന്ന് ഒരാൾക്ക് പ്രിന്റ് എടുത്ത് കൊടുത്തു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം തന്നെ ഇൻസ്റ്റഗ്രാമിലിട്ട പോസ്റ്റായത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കുടുംബകാര്യങ്ങളിൽ ഇപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ സൂചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അങ്ങനെ പറയുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇമേജ് ഉള്ള ഒരു കക്ഷിയുടെ ഇങ്ങനെയുള്ള വിളിച്ചു പറയലിനെ ഇത്രയധികം വാർത്തയൊക്കെ ആക്കിക്കോ. അതിനൊരു മര്യാദ വേണ്ടേ? എന്താ ഇതിൽ പ്രശ്നം? CPM-നെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നമുണ്ട് എന്നാ നിങ്ങൾ പറയുന്നത്? ഇങ്ങനെ ആർക്കും കിട്ടാവുന്ന ആർക്കും തരാമെന്ന് പറയുന്ന ഒരു രേഖ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾ കോടതിയിൽ ഹാജരാക്കി. അതിനെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റു ചില പിന്നെന്താ പ്രശ്നം? ഞാൻ പറയാം. ഈ രാജേഷ് കൃഷ്ണ പറയുന്നു ഈ രേഖ അറിയില്ല. അല്ല, ഞാൻ പറയട്ടെ. ഈ രേഖ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത പരാതിയാണ് എന്ന് കോടതി മുൻപാകെ രാജേഷ് കൃഷ്ണ ബോധിപ്പിക്കുന്നുണ്ട്. അപ്പോ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് കിട്ടിയ പരാതി അല്ലെങ്കിൽ അത് CPM വിശദീകരിക്കണം. അതല്ലെങ്കിൽ കിട്ടിയ സോഴ്സ് എന്താണെന്ന് രാജേഷ് കൃഷ്ണ വിശദീകരിക്കണം. എങ്ങനെയാണ് ഈ പരാതി അദ്ദേഹത്തിന് കിട്ടിയത്? CPM-ന്റെ PBക്ക് കൊടുത്ത പരാതി എങ്ങനെയാണ് രാജേഷ് കൃഷ്ണക്ക് കിട്ടിയതെന്ന് രാജേഷ് കൃഷ്ണ വിശദീകരിക്കണം. ഞാൻ ചോദിച്ച ചോദ്യം, CPM-ന്റെ PBക്ക് ഒരു പരാതി കിട്ടിയല്ലോ, ആ പരാതിയിൽ CPM നേതാക്കളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്റെ ചോദ്യം എന്തായിരുന്നു? ആ പരാതിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരിശോധനയോ അന്വേഷണമോ CPM നടത്തിയിട്ടുണ്ടോ? അതിൽ പറയുന്ന ആരോപണങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ള വാദം എനിക്കില്ല. ആ പരാതിയിൽ എന്തെങ്കിലും ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ ഇല്ലയോ? അല്ല, അതാണോ ഇന്നത്തെ ചർച്ച? അല്ല, അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അത് പറയണ്ടേ? കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട അല്ല ഒരു വ്യക്തി അല്ല ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ വല്ലാതെ ഓടിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങളുടെ മാതൃഭൂമി പത്രത്തിലൊക്കെ ഉള്ള ചർച്ച അതാണോ?
നിങ്ങളെ ചർച്ച അതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വ്യക്തി മറ്റൊരാൾക്കെതിരെ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പരാതി കൊടുത്തു. ആ പരാതി എന്ത് ചെയ്തു? ആ പരാതി പരിശോധിച്ചോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. അതൊക്കെ പാർട്ടി ഇങ്ങനത്തെ നൂറുകണക്കിന് പരാതികൾ വരുന്ന ആഫീസല്ലേ ഞങ്ങളുടെ ആഫീസ്? അഭിലാഷൻ അറിയാത്തതല്ലല്ലോ. ആ പരാതിയൊക്കെ പരിഹരിക്കുന്നതിനും പരിശോധിക്കുന്നതിനും ഒക്കെ ഓരോ രീതിയുണ്ട്. ചിലത് ഞങ്ങൾക്ക് പറ്റുന്നത് പരിഹരിക്കും, പറ്റാത്തത് ആ രീതിയിലേക്ക് പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. അത് അവരോടല്ലേ പറയാ. അതിലിപ്പോൾ ഞങ്ങളെടുത്ത ഓരോരോ നമ്പർ ഇട്ട് ഞങ്ങളെടുത്ത സമീപനം എന്താണ്? ഞങ്ങൾ ഇന്ന ദിവസം യോഗം ചേർന്നു, ഇന്ന് അങ്ങനെയൊക്കെ പറയോ? ഇത് വ്യക്തിപരമായി അദ്ദേഹം കൊടുത്തൊരു പരാതി, അവിടെയാണ് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പരാതി. അങ്ങനെ ആർക്കൊക്കെ പരാതി കിട്ടും? അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണോ CPM പരിശോധിച്ചോ എന്ന് ഞാൻ ചോദിക്കാനുള്ള കാരണം കൂടി പറയാം വസീഫെ. ഒന്ന്, CPM നേതാക്കളുടെ മുഖ്യമന്ത്രിയോട് അടക്കമുള്ള സൗഹൃദം അദ്ദേഹം ഉപയോഗിക്കുന്നു, അദ്ദേഹത്തിന് പല ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം. CPM നേതാക്കളെ, മന്ത്രിമാരെ അടക്കം ലണ്ടനിൽ ഹോസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹമാണ്. ഇപ്പോൾ പഴയ മസാല ബോണ്ട് ഓർമ്മയുണ്ടല്ലോ, മസാല ബോണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിക്കാൻ പോയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ പരിപാടി, ആ സമയത്ത് ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത് അല്ലെങ്കിൽ ലണ്ടനിൽ ഹോസ്റ്റായി നിന്നത് രാജേഷ് കൃഷ്ണയാണ് എന്ന് ആരോപിക്കുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് ബ്രിട്ടനിൽ നിന്ന് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു ബ്രിട്ടീഷ് സംഘം ഇവിടെ വന്നു എന്നതിന്റെ പേരിൽ 50 ലക്ഷം രൂപയുടെ ഒരു ഇടപാട് നടത്തി. ആ ബ്രിട്ടീഷ് സംഘം വന്നത് തന്നെ ഒരു ഇല്ലാത്ത സംഭവമായിരുന്നു. ആകപ്പാടെ അതിലൊരു ബ്രിട്ടീഷ് പൗരനെ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ ചില ദുരൂഹമായ ഇടപാടുകളാണ് എന്ന് ഇദ്ദേഹം ആരോപിക്കുന്നു. ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ. ഒരു ചെന്നൈയിൽ ഒരു കമ്പനി രൂപീകരിച്ച് ആ കമ്പനി വഴി കേരളത്തിലെ CPM നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുക്കുന്നത് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ചോദ്യം, പാർട്ടിയുടെ നേതാക്കളെ കുറിച്ച്, ഉത്തരവാദപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് ഒരാൾ ഇങ്ങനെയൊക്കെ പറയാണ്, ഞാനത് സത്യമാണെന്നൊന്നും പറയുന്നില്ല, ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു കത്ത് നൽകുമ്പോൾ പാർട്ടിക്ക് നൂറുകണക്കിന് പരാതികൾ വരുന്നതല്ലേ, അത് പരിശോധിച്ചോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണോ അതിന്റെ ഉത്തരം? അഭിലാഷേ, ഇതിൽ പറയുന്ന എന്തിനെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ, അഭിലാഷിന് തന്നെ ഈ പാർട്ടിയെ കുറിച്ചൊക്കെ അറിയാലോ, എന്തിനെങ്കിലും ഒരു തരിമ്പെങ്കിലും തെളിവുണ്ടെങ്കിൽ അതിനാവശ്യമായ നടപടി ഞങ്ങൾ പാർട്ടി എടുത്തിരിക്കും, അതിലൊരു തർക്കവും വേണ്ട. പക്ഷെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരാതിയിൽ നടപടി എടുത്തോ, പരാതി പരിശോധിച്ചോ, ഇതൊന്നും അല്ലല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഇത് ചർച്ച ചെയ്ത് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഈ കക്ഷി മറുനാടൻ മലയാളിയും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധം എന്താ നിങ്ങൾക്കറിയാലോ. മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി, അഭിമുഖം കൊടുത്ത് സാക്ഷാൽ മമ്മൂട്ടിക്കെതിരെ ഇദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ കേരളത്തിൽ? അതൊക്കെ ശരിയാണോ എന്ന് അതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറുപടി പറയണം എന്ന് നിങ്ങൾ ചോദിക്കോ? നട്ടാൽ കുരുക്കാത്ത നുണകൾ ആവർത്തിച്ച് പറഞ്ഞ് മമ്മൂട്ടിയെ പോലെയുള്ള ഒരു മഹാനെ പോലും ഇങ്ങനെ സംശയത്തിന്റെ ദൃഷ്ടിയിൽ നിർത്തിയ ഒരാളാണ് ഇദ്ദേഹം. 2 or 3 കോടതി പരാമർശങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ ഇദ്ദേഹം നടത്തിയ പരാതിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ വിഷയമൊക്കെ പുറത്തെത്തുന്നത്? ഇദ്ദേഹവും ഭാര്യയുമായിട്ടുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടല്ലേ? ഒരു സിനിമാ ലൊക്കേഷനിലേക്ക് ഇദ്ദേഹം കടന്നു വരുന്ന സമയത്ത് ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലക്ക് തടയുകയും അതിൽ സംസാരമുണ്ടാവുകയൊക്കെ ചെയ്തു എന്നുള്ളതാണല്ലോ ഇതിന്റെ തുടക്കം. അങ്ങനെയൊക്കെ വന്ന് ഒരു സംഭവത്തിന് എന്തിനാണ് ഗോവിന്ദ മാഷ പോലെയുള്ള ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരാകെ മാതൃകയാക്കാൻ ശ്രമിക്കുന്ന ഒരു ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മുകളിൽ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ചളി വാരി എറിയാൻ ഒരവസരമായി ഉപയോഗിക്കുന്നത് എന്തിനാ? ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട്. ഇങ്ങനെ ആലോചിച്ച് ഇത് വലിയ വാർത്തയാക്കി കൊണ്ടുവരുന്നതിൽ അല്ലാതെ എന്ത് പ്രാധാന്യമാണ് ഈ വിഷയത്തിനുള്ളത്? എന്ത് പ്രാധാന്യമാണുള്ളത്? പ്രാധാന്യം പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ പറയാം, സർക്കാരിന്റെ കാലത്തെയും ഈ സർക്കാരിന്റെ കാലത്തെയും ബ്രിട്ടനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സന്ദർശനങ്ങൾ, ചില പദ്ധതികളൊക്കെ ഇവിടെ ആരോപണ വിധേയമാണ്. ഞാൻ ഇയാൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നുള്ള വാദമേ ഇവിടെ ഉന്നയിക്കുന്നില്ല. അയാൾ ആരോപിക്കുന്നു, അത് സത്യമാണോ അല്ലയോ എന്ന് ആരെങ്കിലും പരിശോധിച്ചാലല്ലേ അതിന്റെ വരികയുള്ളൂ. അപ്പോ അങ്ങനെ ഒരു വിഷയം ഇവിടെ ഇരിക്കുന്നു. അല്ലാതെ ഇപ്പോൾ രണ്ടുപേരുടെ ഒരാളുടെ വൈവാഹിക തർക്കത്തിൽ നാട്ടുകാരെല്ലാം കയറി അഭിപ്രായം പറയുന്നതല്ല ഇത്. കേരള സർക്കാരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ ഷർഷാദ് എന്ന പഴയ CPM മെമ്പർ ആയിട്ടുള്ള, CPM സഹയാത്രികനായിട്ടുള്ള വ്യക്തി, അയാളുടെ മാരിറ്റൽ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിയുടെ മുമ്പിൽ എത്തിയപ്പോ, നാട്ടുകാരുടെ മുമ്പിലൊന്നും അല്ലല്ലോ, കോടതിയുടെ മുമ്പിലല്ലോ, പോലീസ് സ്റ്റേഷനിലല്ലോ, പാർട്ടിയുടെ മുമ്പിൽ എത്തിയപ്പോൾ അത് പാർട്ടി പരിശോധിച്ചിട്ടുണ്ടോ, ഇത് തെറ്റാണ് എന്ന് നിഗമനത്തിൽ എത്തിയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ആദ്യം മുതലേ. അല്ല, അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ രാജേഷ് കൃഷ്ണ ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്തത്. പിന്നെ ഇന്ന് പറഞ്ഞ വേറൊരു കാര്യമുണ്ട് തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട്. തോമസ് ഐസക്ക് അസന്നിഗ്ധമായി പറഞ്ഞല്ലോ, വെല്ലുവിളിച്ച് പറഞ്ഞല്ലോ,
കോടതി പോവുകയാണെന്ന്. അതിനപ്പുറത്തേക്ക് ഇനി ഈ വിഷയത്തിൽ എന്ത് ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്? പിന്നെ നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ കാണിച്ച വാർത്തയാ, മാതൃഭൂമിയിൽ ഇതുപോലെ തന്നെ ദിവസങ്ങളോളം നിങ്ങൾ ആഘോഷിച്ച ഫ്രണ്ട് പേജിൽ കൊടുത്ത വാർത്തയാ. ആ വാർത്ത നിങ്ങൾക്കറിയാം, ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വാർത്തയാ. എന്നാൽ ഇപ്പോ ഒരു വിവാദമുണ്ട്. ആ മറ്റൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത, വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പ്രമോഷൻ കരസ്ഥമാക്കിയ ഒരു വാർത്തയും ഒരു പരാതിയും ഒരു കേസും ഒരു വസ്തുതയും ഒക്കെ ഉണ്ട്. ആ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയോ അഭിലാഷേ? സങ്കടം കൊണ്ട് ചോദിക്കുക, നിങ്ങൾക്കറിയോ ആരാണ് അങ്ങനെ ഒരു പ്രൊമോഷന് വേണ്ടി ഡിഗ്രിയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് ബീഹാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തത് എന്ന് പറയാൻ പറ്റുമോ? അഭിലാഷിന് പറയാൻ പറ്റില്ല. മുസ്ലിം ലീഗിന്റെ നേതാവ്, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാ ഗഫൂർ കോൽക്കളത്തിൽ. ഈ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് പോലും അങ്ങനെ ഒരു പേര് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. ഗഫൂർ കോൽക്കളത്തിൽ തന്റെ ജോലിക്ക് പ്രൊമോഷൻ കിട്ടുന്നതിന് വേണ്ടി യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിഗ്രിക്ക് പോകാത്ത ഒരു മനുഷ്യൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് അത് ഫേക്ക് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നു. അത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു, അത് വ്യാജമാണെന്ന് അധികാരികൾക്ക് ബോധ്യപ്പെടുന്നു. നടപടിയെടുക്കുമ്പോൾ തിരിച്ചെടുത്തിട്ട് അദ്ദേഹം പറയാണ് ആഘോഷമല്ല. കഴിഞ്ഞ 9 കൊല്ലമായിട്ട് കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കല്ലേ? പഞ്ചായത്ത് അല്ല, കേസ് യൂത്ത് ലീഗുകാരനോ MSFകാരനോ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തൂത്തുവാരി അകത്തിടണമെന്ന് ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ? അതല്ല, ഇതിന്റെയൊക്കെ കേസ് എന്താണെന്നോ? കേസ് എടുക്കണം, ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ? അഭിലാഷേ, ഞാൻ പറഞ്ഞോട്ടെ, ഇതില് അല്ല കേസ് എടുക്കുന്നേ. എന്താ നിങ്ങൾക്ക് വാർത്തയല്ല, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് പോലും ഓർമ്മയില്ല എന്നാ ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പാലക്കാട്ടുകാരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് തന്നെ വ്യാജമായി ഹാജരാക്കി നിങ്ങൾക്ക് അതിനോട് അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. അതെന്തല്ല, കഴിഞ്ഞ 9 വർഷമായി ഇവിടെ ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ചുള്ള ആരോപണങ്ങളാണ്. ഞാൻ അതൊന്നും ശരിവെച്ചിട്ടില്ല. നിങ്ങൾ അത് എങ്ങനെ പരിശോധിക്കുന്നു, എങ്ങനെ അന്വേഷിക്കുന്നു, എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഇതാണല്ലോ നമ്മൾ അറിയേണ്ട, പൊതുസമൂഹം അറിയേണ്ട കാര്യം. ലീഗുകാരൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെങ്കിൽ ലീഗുകാരനെ പിടിച്ച് അകത്തിടണമെന്ന്. അതിലിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അതില് അത്രേ ഉള്ളൂ. വിഷയങ്ങൾ എന്താണെന്നുള്ളത് താങ്കൾക്ക് ബോധ്യമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, CPIM എന്ന പാർട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ, ആ പരാതി ഉണ്ട്, ആ പരാതി ഉണ്ടെന്ന് നിങ്ങൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പരാതി അറ്റ്ലീസ്റ്റ് ഒന്ന് മറച്ചു നോക്കിയിട്ടുണ്ടോ? അതൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തെ കുറിച്ച് അഭിലാഷിന് ഓർമ്മയുണ്ടാവൂ. ആരെ കുറിച്ച്? പിന്നെയുണ്ട് കേസ് മലപ്പുറത്ത് തന്നെ 25 കോടി മലപ്പുറത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ TP ഹാരിസ് ഹജ്ജിന് പോകുന്നവരിൽ നിന്ന് പണം വാങ്ങി. കേരളത്തിൽ ഓരോ ദിവസവും എത്ര ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവും? ഞാൻ ഇതിന്റെയൊക്കെ പട്ടിക എടുക്കാൻ ഞാൻ പറഞ്ഞത് അല്ല, അതാ പറഞ്ഞത്. നിങ്ങൾക്ക് ഏതോ ഒരുത്തന്റെ എന്തും വിളിച്ചു പറയുന്ന ഒരുത്തന്റെ ഒരു പരാതി എടുത്ത് പൊക്കി പിടിച്ച് മാതൃഭൂമി പോലെയുള്ള പാരമ്പര്യമുള്ള പത്രത്തിന്റെ മെയിൻ ലീഡ് വാർത്തയാക്കാം. നിങ്ങൾക്ക് വസ്തുതകൾ വാർത്തയാക്കാൻ പറ്റില്ല. ശരിയല്ല, അതിൽ വലിയ ഈ മാതൃഭൂമിയും അതുപോലെ ചില ചാനലുകളും വലിയ കൗതുകമുണ്ട്. എങ്ങനെയാണ് എന്നുള്ളത് എന്റെ ആവശ്യമാണ്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞുള്ളൂ, ഒരു വ്യക്തി ആ വ്യക്തിക്കെതിരെ അയാൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽ കൊടുത്തിട്ടുള്ള പരാതി അയാൾ തന്നെ കൊടുത്ത ഡിഫമേഷൻ കേസിൽ തെളിവായി ഹാജരാക്കുന്നത് തുടങ്ങിയ വളരെ കൗതുകകരമായ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ അടുത്ത റൗണ്ടിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അല്ല, മലയാളത്തിലല്ലേ അഭിലാഷിനോട് ഞാൻ പറഞ്ഞത്, അദ്ദേഹം തന്നെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. രാജേഷ് കൃഷ്ണ വിശദീകരിക്കണ്ടേ എവിടുന്നാണ് ഈ ഡിഫമേഷൻ കേസിൽ കൊടുത്തിട്ടുള്ള ഈ സബ്മിഷൻ വന്നത് എന്ന് രാജേഷ് കൃഷ്ണ പറയണ്ടേ? രാജേഷ് കൃഷ്ണനെ ചോദിക്കാൻ അദ്ദേഹം അവൈലബിൾ ആണോ? ആർക്കെങ്കിലും അവൈലബിൾ ആണോ അദ്ദേഹം? നമ്പർ തരൂ, ഞാൻ ചോദിക്കാം എവിടുന്നാ കിട്ടിയത്. പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ തന്നെ ഇങ്ങനെ ഒരു ചർച്ച ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ചർച്ച ലീഡ് ചെയ്യാൻ ആധാരമായ വസ്തുത എന്നിവിടെ പറഞ്ഞത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. മാധ്യമ പ്രവർത്തനത്തെ കൊണ്ടുപോകുന്നത് ശരി. ഇനിയിപ്പോ അടുത്തത് മാധ്യമ പ്രവർത്തനത്തിന്റെ ക്ലാസ് ആണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഇപ്പൊ നോക്കൂ, ഇന്ന് ഈ രത്തീന PT എന്ന കേരളത്തിലെ ചലച്ചിത്ര സംവിധായികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. മുഹമ്മദ് ഷർഷാദ് എന്ന ഈ പരാതിക്കാരന്റെ ഭാര്യയാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ല, മറിച്ച് ഇയാൾക്കെതിരെ അന്വേഷിച്ച് കോടതി ഉത്തരവായിട്ടുള്ള കാര്യങ്ങളാണ്. ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിയായിട്ടുള്ള, ഒരു തരത്തിലും നമുക്ക് സൗണ്ടാണ്, മെന്റലി എന്ന് പോലും പറയാൻ കഴിയാത്തത്ര കുഴപ്പങ്ങളുള്ള ആളാണ് ഈ പരാതിക്കാരൻ. അപ്പോൾ അതുപോലെ ഒരാളുടെ പരാതി വിശ്വസിച്ച് ഇക്കാര്യത്തിലൊരു പോരാട്ടത്തിന് ഇറങ്ങാൻ കഴിയുമോ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ?
അഭിലാഷേ, ഞാൻ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത്രയും നേരം ഈ 15 മിനിറ്റ് ഇപ്പോൾ 8 മണി 7:45 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 മണി 14 മിനിറ്റ് 14 മിനിറ്റിൽ അഭിലാഷും DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ വസീഫുമായി നടന്ന ചർച്ചകളെക്കുറിച്ചുള്ള 2 വാചകങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കമൻറ്റ് ഞാനൊന്ന് ആദ്യം പറയട്ടെ. ഒന്ന്, DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്തുമാത്രം കിടന്ന് മെഴുകുകയാണ്, അഥവാ എന്തുമാത്രം കിടന്ന് ഉരുളുകയാണ് ഈ വിഷയത്തിൽ. കാതലായ വിഷയങ്ങൾക്ക് എന്തെങ്കിലും അദ്ദേഹം മറുപടി പറയാൻ തയ്യാറാകുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം ആകെ പറഞ്ഞത് ഈ പരാതി ഞങ്ങളിൽ നല്ല ചോർന്നത്, പോളിറ്റ് ബ്യൂറോയിൽ നല്ല ചോർന്നത്, പകരം ഈ പരാതിക്കാരൻ നേരത്തെ തരാമെന്ന് സമ്മതിച്ചാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. ഈ കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഏക വാദവും അത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം അതിൻ്റെ മെറിറ്റിലേക്ക് കടന്നിട്ടേയില്ല. പിന്നീട് അദ്ദേഹം ഇതിന് കൂട്ടുപിടിക്കുന്ന എന്താണ്? ഈ പറയുന്ന ഷർഷാദ് എന്ന് പറയുന്ന ആളുടെ ഭാര്യ കൊടുത്ത പരാതിയെ സംബന്ധിച്ചും, ആ ഭാര്യ കൊടുത്ത പരാതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ ആകാംക്ഷയും വലിയ ആശങ്കയും ഒക്കെ ഉണ്ട്. പക്ഷേ പോളിറ്റ് ബ്യൂറോ അംഗത്തെ സംബന്ധിച്ചും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെ നിരനിരയായി മുകളിൽ നിന്ന് തുടങ്ങി താഴോട്ട് വന്നിട്ടുള്ള ഏറ്റവും ജൂനിയറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പൂർവികന്മാരായിട്ടുള്ള DYFIയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് ഒരു ആശങ്കയുമില്ല. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, അദ്ദേഹം പറയുന്നത് അദ്ദേഹം കൂട്ടുപിടിച്ചത് ഭാര്യയാണ്. മൂന്നാമത് അദ്ദേഹം കൂട്ടുപിടിക്കുന്നത് മമ്മൂട്ടിയെയാണ് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഈ 15 മിനിറ്റിനിടയ്ക്ക് എന്തെങ്കിലും അദ്ദേഹം സംവദിച്ചതിനകത്ത് കാതലായ എന്തെങ്കിലും വിഷയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി താങ്കളുടെ ഭാഗം നോക്കൂ. അദ്ദേഹത്തിൻ്റെ പരാതി ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ എന്ന് അഭിലാഷ് മോഹൻ നിരവധി തവണ 5 or 6 തവണ പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് എങ്ങനെ അറിയാം അദ്ദേഹത്തിന്റെ പരാതിയാണത്? ആ പരാതിയുടെ ശരിയും തെറ്റും അല്ല, പ്ലീസ് ഞാൻ പറഞ്ഞു തരട്ടെ. അദ്ദേഹത്തിന്റെ പരാതിയുടെ ശരിയും തെറ്റും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ പരാതി ഞാൻ വിശ്വസിക്കുന്നില്ല. താങ്കൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. പ്ലീസ് അഭിലാഷെ അസ്വസ്ഥനാകാതിരിക്കും. ഞാൻ താങ്കളെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ ഇതിനെ അസ്വസ്ഥനാകുന്നു. ഞാൻ പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. ഞാൻ വസീഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ താങ്കൾ ഇടപെടില്ലല്ലോ. താങ്കളെ കുറിച്ചല്ലേ പറയുന്നത്? താങ്കളൊന്ന് കേൾക്കൂ. താങ്കൾ എത്ര തവണ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ എന്ന് വാചകം താങ്കൾ എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്? താങ്കൾ ഒന്ന് നോക്കിയാൽ ഇത് കഴിഞ്ഞതിന് ശേഷം. ഞാൻ പറഞ്ഞത് ഇതിന്റെ ശരിയും തെറ്റും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ബോധ്യപ്പെടും. അവിടെ വിടുന്നു. നോ ഇഷ്യൂ. കാരണം ഈ വാർത്ത വന്നിട്ടുള്ളത് മാതൃഭൂമി പത്രത്തിൽ തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് എനിക്ക് ആ ആകാംക്ഷ ഉണ്ടായത്. താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. ഇനി വസ്തുതയിലേക്ക് ഞാൻ വരാം. അഭിലാഷ്, ഇത്തരത്തിലൊരു പരാതി ഒരു പാർട്ടിയുടെ മുൻ പ്രവർത്തകൻ, ഇപ്പോഴും മുൻപുള്ള 2 വ്യക്തികൾ ഒരു പരാതി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തിരിക്കുന്നു. നമുക്ക് ആർക്കും ഒരു ആശങ്കയുമില്ല. ആ പരാതിയുടെ പേരിലാണ് അദ്ദേഹത്തെ പണ്ട് മധുരയിൽ നടന്ന CPM-ന്റെ സമ്മേളനത്തിൽ നിന്ന് പാർട്ടി കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് അന്ന് വാർത്ത വന്നിരുന്നു. നമുക്ക് ആർക്കും ഒരു ആശങ്കയുമില്ല, ഒരു ചർച്ചയുമില്ല. നമുക്ക് അതിൻ്റെ ആവശ്യവുമില്ല. അത് 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ്. 2 വ്യക്തികളെ പാർട്ടിയെ സമീപിച്ച വിഷയമാണ്. അത് ആ പാർട്ടി തീരുമാനിക്കേണ്ട വിഷയവുമാണ്. പക്ഷേ ഇപ്പോൾ വിഷയം അതല്ല. ഇപ്പോൾ എന്താ വിഷയം? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊടുത്തയാളുടെ പരാതി ആർക്കെതിരെയാണോ പരാതി കൊടുത്തിട്ടുള്ളത് അയാൾ കൈക്കലാക്കിക്കൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ആ ഡൽഹി ഹൈക്കോടതിയുടെ കേസിൻ്റെ ഭാഗമായി ഈ ഡോക്യുമെൻ്റ് വരുമ്പോൾ അത് പബ്ലിക് ഡൊമൈനിലേക്ക് വരികയാണ്. ആ പബ്ലിക് ഡൊമൈനിലേക്ക് വരുന്ന ആ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഗാർഹിക പീഡനത്തെക്കുറിച്ച് മാത്രമല്ല, ഈ സംസ്ഥാനത്ത് പാർട്ടിയിൽ നടന്നിട്ടുള്ളതും അതിനുശേഷം ഈ ഭരണത്തിലിരിക്കുന്ന CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിൽ നടന്നിട്ടുള്ള, പ്രത്യേകിച്ച് 2016 മുതൽ 2021 വരെ സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന നിരവധി മന്ത്രിമാരെക്കുറിച്ചും ഹവാലയെക്കുറിച്ചും റിവേഴ്സ് ഹവാലയെക്കുറിച്ചും കടലാസ് കമ്പനികളെക്കുറിച്ചും വിദേശത്തു നിന്ന് പണം കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചും ഒക്കെയുള്ള ഗൗരവമുള്ള രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ആരോപണങ്ങളുണ്ട്. ശരിയല്ലേ? ആ ആരോപണങ്ങൾ ഉൾപ്പെടുന്ന പരാതി ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിലെത്തിയിരിക്കുന്നു. ആ ഹൈക്കോടതിയുടെ മുന്നിലെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിലാഷ് 2022 കൊടുത്ത പരാതിയാണ്. 3 വർഷം കഴിഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ വ്യക്തികൾ തമ്മിലോ പാർട്ടിയുമായിട്ടുള്ള അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ കോടതിയുടെ മുന്നിൽ വരുമ്പോൾ 3 വർഷം കഴിഞ്ഞ് ഈ പരാതി കോടതിയുടെ മുന്നിൽ ഒരു ഡോക്യുമെന്റായി വരുമ്പോൾ ആർക്കെതിരെയാണോ പരാതി കൊടുത്തിട്ടുള്ളത് അദ്ദേഹം തന്നെ അത് ഹാജരാക്കുമ്പോൾ 2 ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഒന്ന്, ഇതെങ്ങനെയാണ് ആർക്കെതിരെയാണോ പരാതി കൊടുത്തത് അയാളുടെ കൈവശം അയാളൊരു ഡോക്യുമെന്റായി ഹൈക്കോടതിയിൽ കൊടുക്കുന്നത്? അങ്ങനെ കൊടുക്കാനാണെങ്കിൽ 2022 ഇപ്പോൾ വസീഫ് പറഞ്ഞ വാദഗതിയോട് ചേർത്ത് ഞാൻ മറുപടി പറയാം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ള ഡോക്യുമെന്റ്, ആകെയുള്ള ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആ കോടതിയിൽ അദ്ദേഹത്തിന്റെ കവറിംഗ് ലെറ്റർ മാത്രമാണ്. എൻ്റെ കൈവശമുണ്ട്, എന്നെ ബന്ധപ്പെടാമെന്ന് പറഞ്ഞു. പക്ഷേ ആർക്കും കൊടുത്തതായിട്ടോ ആരെങ്കിലും ഒരു വാർത്ത ചെയ്തതായിട്ടോ നമ്മുടെ മുമ്പിലില്ല. കോടതിയിൽ കേസ് വരുന്നത് വരെ ആരും വാർത്ത ചെയ്തിരുന്നില്ല.
കോടതിയിൽ കേസ് വന്നതിന് ശേഷം ഇത് ഡോക്യുമെന്റായി പബ്ലിക് ഡൊമൈനിലേക്ക് വരുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് കഴിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പരാതിക്കാരൻ കൊടുത്തതാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടതില്ല. ഒന്ന്. രണ്ടാമത്തേത്, അങ്ങനെ കൊടുക്കാനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 2020 തന്നെ കൊടുക്കാമായിരുന്നു. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ് കൊടുക്കേണ്ടതില്ല. ഇനി പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇപ്പോൾ എം വി ഗോവിന്ദന്റെ മകനെ കുറിച്ച് കേൾക്കുന്നു. ഏതായാലും പോളിറ്റ് ബ്യൂറോയിലെ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കരുതുന്നില്ല ഈ പരാതിക്കാരനായ ഷർഷാദ് കൊടുത്തത് എന്തായാലും ഷർഷാദ് ഒരിക്കലും ഈ രാജീവിന് കൊടുക്കും, നമ്മുടെ രാജേഷ് കൃഷ്ണന് കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി ഈ പാർട്ടിയിൽ ആരെങ്കിലും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആര് കൊടുത്തു, എങ്ങനെ പുറത്തു വന്നു എന്നതിനെ സംബന്ധിച്ച് പാർട്ടി അന്വേഷിച്ചിട്ടുണ്ടോ, കണ്ടെത്തിയിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തേത്, ഈ വന്നിരുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് പാർട്ടി ഘടകത്തിൽ എവിടെയെങ്കിലും ചർച്ച ചെയ്തിരുന്നോ ഗൗരവമുള്ള റിവേഴ്സ് ഹവാലയും ഉൾപ്പെടെയുള്ള ഗൗരവതരമായ കാര്യങ്ങൾ വിദേശത്ത് നിന്ന് ഇവിടെ ഫണ്ട് കൊണ്ടുവന്ന് ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിനെ സംബന്ധിച്ച് പാർട്ടി ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? നമുക്കറിയില്ല. ഈ കോടതിയിൽ ഈ ഡോക്യുമെന്റ് വരുന്നതുവരെ പാർട്ടി ഈ ഡോക്യുമെന്റ് പരസ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പാർട്ടി ഇത്തരത്തിലൊരു പരാതി കിട്ടിയിട്ട് പാർട്ടി അത് ഒളിച്ചു വെക്കുകയും അത് പിന്നീട് ഒരു ഡോക്യുമെന്റായി കോടതിയിൽ വരികയും ചെയ്യുമ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി പറയണ്ടേ ഈ പരാതി വ്യാജമാണ്, അയാളെ അറിയിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ പരാതി ശരിയാണെങ്കിൽ ശരിയായതുകൊണ്ടാണല്ലോ, ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഈ ആർക്കെതിരെയാണോ പരാതി ആ രാജേഷിനെ മാറ്റി നിർത്തിയത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇത് കോടതിയിൽ വന്നിരിക്കുന്നു. കോടതിയിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിൻ്റെ ഈ പരാതിയിലെ ഗൗരവം. എന്തെല്ലാം ആരോപണങ്ങളാണ്, ഗൗരവമുള്ള ആരോപണങ്ങൾ പേര് വെച്ചാണ്. അവിടെ എം വി ഗോവിന്ദന്റെ മകനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾ നമുക്ക് 26 പേജുള്ള ആ പരാതിയിൽ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ആ പരാതിയെക്കുറിച്ച് ഗൗരവത്തിൽ പാർട്ടി കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ കഴിയുമോ? ഇല്ല. അങ്ങനെ പാർട്ടി കണ്ടിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാപരമാണ്. ഇപ്പോൾ കോടതിയിൽ വന്നിരിക്കുന്നു, നമ്മളത് ചർച്ച ചെയ്യുന്നു. ആ ചർച്ച ചെയ്യുമ്പോൾ കോടതിയിൽ ഇത്തരത്തിൽ വന്നിരിക്കുന്നു. അതിനുശേഷം എന്താ പറയുന്നത്, ഇത് പുറത്തു വന്നതിനുള്ള ആകാംക്ഷ അറിയിച്ചുകൊണ്ട്, ആശങ്ക അറിയിച്ചുകൊണ്ട് വീണ്ടും ഇതേ പരാതിക്കാരൻ ഒരു മെയിൽ ചെയ്യുന്നു. ആർക്കാണ്? കഴിഞ്ഞ 12-ാം തീയതി 13-ാം തീയതി മെയിൽ ചെയ്യുന്നു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് ശ്രീ എം എ ബേബിക്ക്. പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്തെന്ന് പറയുമ്പോൾ കേരളത്തിൽ 4 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരല്ലേ ഉള്ളൂ. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, അതിനപ്പുറത്തേക്ക് ശ്രീ എ വിജയരാഘവൻ. ഈ 4 പേരുള്ളപ്പോൾ ഈ പാർട്ടിക്ക് കൊടുത്ത കത്തിനെ സംബന്ധിച്ചും അതിനുശേഷം പാർട്ടിക്ക് കൊടുത്ത കത്ത് ചോർന്ന് എതിർകക്ഷിയുടെ കയ്യിലെത്തുകയും അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയതുമായി ബന്ധപ്പെട്ട ആശങ്കയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് ഒരു മെയിൽ ചെയ്യുന്നു. ആ മെയിൽ 13-ാം തീയതിയാണ്. അത് പുറത്ത്, ഞാൻ പറഞ്ഞു തരട്ടെ, അത് പുറത്തു കൊടുക്കാനായിരുന്നെങ്കിൽ ആ കക്ഷിക്ക് ഷർഷാദിന് അന്ന് തന്നെ പുറത്തു കൊടുക്കാമായിരുന്നല്ലോ. കോടതിയിൽ കേസ് വന്നതിന് ശേഷം മാത്രം അതെന്താ പുറത്തു വരുന്നത്? അപ്പോൾ അതിനുത്തരം പറയേണ്ടത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമാണ്. ഒരു തർക്കവും വേണ്ട. കാരണം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൊടുത്തിരിക്കുന്ന കത്തിനെ സംബന്ധിച്ച്, മെയിലിനെ സംബന്ധിച്ച് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഉത്തരവ് അദ്ദേഹത്തിന് മാത്രം അയച്ചിട്ടുള്ള കത്താണ്. അപ്പോൾ ഈ രീതിയിൽ പാർട്ടിയിലെ പെടലപ്പിണക്കം അത് ഇത്തരത്തിലുള്ള 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നമോ അല്ല. പാർട്ടിയെ എത്രത്തോളം ഇതിലെ നമ്മൾ നേരത്തെയൊക്കെ CIT വിഭാഗവും ഔദ്യോഗിക വിഭാഗവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിനപ്പുറത്തേക്ക് ഈ പാർട്ടിയിൽ മറ്റെന്തൊക്കെയോ ചീഞ്ഞു നാർന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഗൗരവമുള്ള ആരോപണങ്ങൾ അതൊക്കെ നമുക്കറിയാവുന്നതല്ലേ. ഈ എന്താ പറയുക, മത്സ്യസമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി അവസാനത്ത് ശ്രീമതി നമ്മുടെ അന്നത്തെ ഫിഷറീസ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയുടെ കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം. ലണ്ടനിൽ പോയി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണി അടിച്ചത് നമുക്കറിയാം. അതുമായി എന്താ വസീഫെ അസ്വസ്ഥനാകുന്നത്? വസീഫ് എന്തിനാ അസ്വസ്ഥനാകുന്നത്? ഞാൻ എന്റെ അവസരത്തിലല്ലേ പറയുന്നേ. വസീഫ് ഒന്ന് അടങ്ങ്. അപ്പോ അത്തരത്തിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണി അടിക്കാൻ പോയപ്പോഴും ഇയാൾ ഈ രാജേഷ് കൃഷ്ണ കൂടെ ഉണ്ടായിരുന്നേ. ഇരുന്ന് കേൾക്കുക. രാജേഷ് കൃഷ്ണ കൂടെ ഉണ്ടായിരുന്നേ. താങ്കൾക്ക് 15 മിനിറ്റ് കിട്ടിയത്, താങ്കൾക്ക് 15 മിനിറ്റ് കിട്ടിയത്. ഇപ്പോഴും 53 ആയിട്ടുള്ളൂ. ഇപ്പോഴും 53 ആയിട്ടുള്ളൂ. ഞാൻ തുടങ്ങിയിട്ട് 8 മിനിറ്റ് ആയിട്ടുള്ളൂ. അസ്വസ്ഥനാകണ്ട. അങ്ങനെയൊന്നും അലിമ്പാക്കി ഒളിച്ചോടാൻ ശ്രമിക്കണ്ട. എനിക്ക് 8 മിനിറ്റാ കിട്ടിയിട്ടുള്ളത്. ഞാൻ പറയുമ്പോ എന്തിനാ താങ്കൾ അസ്വസ്ഥനാകുന്നത്? ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. സംസ്ഥാന പ്രസിഡന്റ് അല്ലേ, ഒരു സംയമനം പാലിക്ക്. ഞാനൊന്ന് പറയട്ടെ. ഞാൻ എന്താ പറഞ്ഞത് തെറ്റ്? ഞാൻ എന്റെ വാദഗതികൾ അവതരിപ്പിക്കുന്നത് അപ്പോ ഈ വിഷയത്തിൽ വളരെ ഗൗരവമുള്ള രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ അട്രാക്ട് ചെയ്യുന്ന പരാതി
അലുമ്പാക്കി കളയാൻ ശ്രമിക്കല്ലേ? അലുമ്പാക്കി ചർച്ച അലുമ്പാക്കി കളഞ്ഞ് ശ്രദ്ധ തിരിക്കാവുന്നൊന്നും വസീഫ് ശ്രമിക്കരുതേ. ശ്രമിക്കരുതേ. ഞാൻ പറയാനുള്ളത് പറയട്ടെ വസീഫെ. ഞാൻ പറയാനുള്ളത് പറയട്ടെ വസീഫെ. താങ്കൾ 15 മിനിറ്റല്ലേ വസീഫ് സംസാരിച്ചത്? ഒരു പ്രതിപക്ഷ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി മകന് മാത്രമേ നിങ്ങൾ പറയാനുള്ളൂ. അത്രയും കേട്ടിരുന്നു അഭിലാഷ്. ഞാൻ പറയുമ്പോ ഇതൊന്നും കേട്ടിരുന്നിട്ടില്ല. പാർട്ടി സെക്രട്ടറിയുടെ മകന് ബന്ധമുണ്ട് എന്ന് എല്ലാ മാധ്യമങ്ങളിലും അച്ചടിച്ചു വന്നിട്ടുണ്ട്. താങ്കൾ കേസ് കൊടുത്തോ? ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ തോമസ് ഐസക്ക് കേസ് കൊടുക്കാൻ പോകുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ പേരച്ച് അച്ചടിച്ചു വന്നില്ലേ? ഡിഫർമേഷൻ കൊടുക്കുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മകൻ പറഞ്ഞു ഇതുവരെ. ആസിഫെ എന്താ പറയാത്തത്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞോ? തോമസ് ഐസക് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു. എന്താ പറയാത്തത്? കേസ് കൊടുക്കേണ്ടതിന് ഞാനൊന്ന് പറയട്ടെ. അസ്വസ്ഥനാകാതിരിക്കൂ. താങ്കൾ മെറിറ്റിലേക്ക് വരാൻ തയ്യാറായല്ലോ. ഇപ്പോഴെങ്കിലും താങ്കൾ ഈ കേസിന്റെ മെറിറ്റിലേക്ക് വരാൻ തയ്യാറായല്ലോ. സന്തോഷമുണ്ട്. ഇപ്പോഴെങ്കിലും മെറിറ്റിലേക്ക് വരാൻ തയ്യാറായല്ലോ. അല്ലാതെ മമ്മൂട്ടിയെ ചൂണ്ടിക്കാണിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ ചൂണ്ടിക്കാണിച്ചോ താങ്കൾ ഈ 15 മിനിറ്റ് ഉഴപ്പുകയായിരുന്നല്ലോ, ഉരുളുകയായിരുന്നല്ലോ. ഇപ്പോഴെങ്കിലും താങ്കൾ മെറിറ്റിലേക്ക് വരൂ. ഞാൻ ചോദിക്കുന്നു താങ്കൾ ഒറ്റ ചോദ്യം അടുത്ത റൗണ്ടിൽ 2 പേരിലേക്ക് വരാം. ശ്രീ ശങ്കുട്ടി ദാസ്, CPM എന്ന പാർട്ടിക്ക് കൊടുത്തിട്ടുള്ള ഒരു പരാതി ആയിരുന്നു ഇത്. പുറത്തൊരു നമ്മുടെ ഏതെങ്കിലും ഏജൻസികൾക്ക് സംവിധാനങ്ങൾക്ക് കൊടുത്ത പരാതി ആയിരുന്നില്ല. പക്ഷേ ഇത് ഇപ്പോൾ ഒരു കോടതി രേഖയായി മാറിയിരിക്കുകയാണ്. ഇത് മാനനഷ്ട കേസ് കൊടുത്ത ഈ കാര്യത്തിലെ ആരോപണ വിധേയൻ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഈ ഷർഷാദിന്റെ ഭാഷയിൽ ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണ ഒരു മാനനഷ്ട കേസ് കൊടുത്തു. അതിന്റെ ഭാഗമായി ഈ പറഞ്ഞ പരാതി തന്നെ ഹാജരാക്കപ്പെടുന്നു. കുറച്ച് കൗതുകമുണ്ട്. കാരണം അങ്ങനെ ഇത് കോടതി രേഖയായി മാറി, എല്ലാ കക്ഷികൾക്കും കിട്ടി. സ്വാഭാവികമായി അതൊരു പൊതുരേഖയായി മാറി, വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടായി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെയുള്ളത് ആളുകൾക്ക് കൗതുകകരമാണ്. ഇനി ഇതിൽ എന്ത് സംഭവിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഇതിലെ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് എത്രമാത്രം ശ്രമകരമാണ് എന്നൊക്കെയുള്ളത് ഇനി വരാൻ പോകുന്ന നാളുകളിലെ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ഈ കേസിൽ എന്ത് സംഭവിക്കുമെന്ന് തോന്നുന്നു? നമുക്ക് നിയമപരമായി ഡൽഹി ഹൈക്കോടതിക്ക് മുമ്പിലെ കേസിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രയാസമാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വാദത്തിൽ പറയാം. പക്ഷെ അങ്ങനെ ഗൗരവമായിട്ടുള്ളൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അത് വിശദീകരിക്കേണ്ട ഒരു പ്രാഥമിക ബാധ്യതയില്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ആരോപണത്തിൻ്റെ അതിൻ്റെ തോത് എന്താണ്, അതിൻ്റെ ശക്തി എന്താണ്, അതിൻ്റെ മെറിറ്റ് എന്താണെന്നുള്ളതൊക്കെ വേറെ പ്രശ്നം. ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിക്കണമെന്ന് നിങ്ങൾ എല്ലാവരും കൊണ്ട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ഈ CPM പ്രതിനിധി ആവശ്യപ്പെടുന്നുണ്ടല്ലോ, കോൺഗ്രസ് പ്രതിനിധി ആവശ്യപ്പെടുന്നുണ്ടല്ലോ. രാജ്യത്തുടനീളം എന്തെങ്കിലും ഒരു വിഷയം നടക്കുന്ന സമയത്തെല്ലാം പ്രധാനമന്ത്രി ആ കാര്യത്തിൽ പ്രതികരിക്കണമെന്ന് നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ ഇവിടെ എന്താണ് നമ്മുടെ മുന്നിലുള്ള വിഷയം? അതായത് രാജ്യത്ത് നിലനിൽക്കുന്ന നിരവധിയായിട്ടുള്ള നിയമങ്ങൾ, PMLA പോലെ, FEMA പോലെ, FERA പോലെ വിദേശ ധനവിനിമയവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അനധികൃത ധനവിനിമയം നടത്തിയെന്നും അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നും കള്ളപ്പണം കടത്തിയെന്നും കള്ളപ്പണം വെളുപ്പിച്ചു എന്നും ആരോപിക്കപ്പെടുന്ന ഒരു വിവാദ വ്യവസായിയുടെ ബിനാമിയാണ്, അല്ലെങ്കിൽ ഒരു വിവാദ വ്യവസായി കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല CPM നേതാക്കളുടെയും ബിനാമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ CPM-ൽ കൊടുത്തിട്ടുള്ള ഒരു പരാതി ഈ പറയുന്ന ആൾ തന്നെ പുറത്തുവിട്ടു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇദ്ദേഹത്തിൽ P. ശ്രീരാമകൃഷ്ണൻ, ശ്യാം ഗോവിന്ദൻ, MP രാജേഷ്, തോമസ് ഐസക്. ഇതിൽ 3 പേര് മന്ത്രിമാർ, ഒരാൾ സ്പീക്കർ. ശ്യാം ഗോവിന്ദൻ എന്ന് പറയുന്നത് നിലവിലെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ട, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ട, ഇതിലെ പാർട്ടിയുടെ പക്ഷം എന്താണ്, ഈ പറയുന്ന ആളുകളുടെ പക്ഷം എന്താണെന്ന് വിശദീകരിക്കേണ്ട ഒരു ബാധ്യതയെങ്കിലും ഇല്ലേ? ഇത് അസംബന്ധമാണ്. അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് ആരോപണം ഉന്നയിക്കാനുള്ള ധാർമ്മികാധികാരമില്ല. അയാൾ ഗാർഹിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പ്രതിയാണ്. നോക്കി എത്ര എളുപ്പത്തിലാണ് അവർ ഷർഷാദ് എന്ന് പറയുന്ന ആളെ അങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തത്. അയാളുടെ മുൻ ഭാര്യ അയാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഷർഷാദിന്റെ പരാതി പ്രകാരം ഈ പറയുന്ന റത്തീന എന്ന് പറയുന്ന സംവിധായകയും പ്രതിയാണ്. ഈ പറയുന്ന രാജേഷ് കൃഷ്ണയുടെ അനധികൃത ധനസമ്പാദനത്തിലും ധന ഇടപാടിലും ഒക്കെ പങ്കാളിയായി എന്ന് ആരോപിക്കപ്പെടുന്ന ആളാണ്. അങ്ങനെ ഒരു കേസിലെ പരാതിക്കാരനെ സംബന്ധിച്ച് ആ കേസിലെ ആരോപണ വിധേയ വിവാഹമോചനത്തിന് ശേഷം ഉന്നയിക്കുന്ന ആരോപണം എങ്ങനെയാണ് ഒരു ഡിഫൻസ് ആവുന്നത് എന്നുള്ളത് ആദ്യത്തെ പ്രശ്നം. 2, ഗാർഹിക പീഡന കേസിൽ പ്രതിയായിട്ടുള്ള ആളുകൾക്കൊന്നും പിന്നീട് പൊതുസമൂഹത്തിന് മുമ്പിൽ സംസാരിക്കാനുള്ള അധികാരമില്ലേ? അങ്ങനെയാണോ ശ്രീമാൻ വസീഫിന്റെ വാദം? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിലവിലെ പൊതുമരാമത്ത് മന്ത്രി
ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് ഗാർഹിക പീഡന കേസിലെ പ്രതിയായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ഈ ചർച്ചയിൽ ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഗുരുതരമായ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗാർഹിക പീഡന പരാതി കൊടുത്തിരുന്നില്ലേ? അതിന്റെ മേലെ കോടതിയിൽ വിചാരണ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസിന് ഇനി ഒരു പൊതുവിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിലും ഒരു ചാനലിലും സംസാരിക്കാനുള്ള അധികാരമില്ല എന്ന് അങ്ങ് വാദിക്കുമോ? അപ്പോൾ ഷർഷാദിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാന്നുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഇഷ്യൂ എന്താണ് ഷർഷാദിന്റെ പരാതിയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം? ഇവിടെ മാധ്യമങ്ങളെയും അദ്ദേഹത്തിനെതിരെ ഞാൻ പറഞ്ഞു കഴിയട്ടെ സാർ, അങ്ങ് പറയും. ആ കോടതി വിധി ഉണ്ടാവില്ല, അത് കോടതിയിൽ വെച്ചോ. നിങ്ങൾ എന്തൊരു അലമ്പായി കാണിക്കുന്നത്? കോടതി വിധി ഉണ്ടാവില്ല, അത് കോടതിയിൽ വെച്ച് ഒത്തുതീർപ്പായിട്ടുള്ള കേസല്ല. കേസിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ആ കേസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് 2015 ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ള കേസാണ്. അത് കോടതിയിൽ വെച്ച് മീഡിയേഷനിൽ സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടുള്ള കേസാണ്. രണ്ടാളും ഡിവോഴ്സിന് സമ്മതിച്ചിട്ടുള്ളതാണ്. ചെലവിന് കൊടുക്കാതെ മുഹമ്മദ് റിയാസ് സമ്മതിച്ചിട്ടുമുണ്ട് ഇല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ 10,000 രൂപ ചെലവിന് കൊടുക്കുന്നില്ലേ? അതിൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മുഹമ്മദ് റിയാസ് മാത്രമാണോ? വേറെ ആരും ഞാനതൊന്നും പറഞ്ഞു അല്ല. അപ്പൊ കേസ് ഉണ്ടായിരുന്നോ? കേസുള്ള ആളുകളൊന്നും പിന്നെ ചർച്ചയിൽ സംസാരിക്കാൻ പാടില്ലേ? മറ്റുള്ളവരുടെ തലയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞ വാദത്തിനാണ് മറുപടി പറഞ്ഞത്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഈ ആരോപണം ആരാ പറഞ്ഞ വാദമല്ല, കോടതിയിൽ നിന്നുള്ള ഇത് അംഗീകരിക്കരുത് ശ്രീ അഭിലാഷ്. ഈ ഷർഷാദിനെതിരെയുള്ള ഗാർഹിക പീഡന കേസല്ലല്ലോ, പക്ഷെ ഈ പറഞ്ഞ ഡിവോഴ്സും ഭാര്യയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലും ഒക്കെ ഇതിലൊരു റോൾ വഹിക്കുന്ന ഒരു കാരണം ഈ എന്റെ കുടുംബം തകർത്തു എന്നതാണ് ഷർഷാദിന്റെ ആത്യന്തികമായ പ്രശ്നം. അതിനെ തുടർന്നാണ് ബാക്കി ആരോപണങ്ങളൊക്കെ വരുന്നത് എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അല്ലാതെ ഇത് ഈ പറഞ്ഞ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന ആരോപണങ്ങളല്ല. ആത്യന്തികമായ പ്രശ്നം കുടുംബം തകർത്തു എന്നുള്ളതാണ്. ശശാങ്കു കണ്ടിന്യൂ ചെയ്യൂ. ഷർഷാദിന്റെ ആരോപണം തന്നെ ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആള് തന്റെ ഭയങ്കരമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനവും നേതാക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ കാണിച്ചുകൊണ്ട് ഇവരെ ഭ്രമിപ്പിക്കുകയും ഇവരെ തന്നിൽ നിന്ന് അകറ്റുകയും തന്റെ കുടുംബജീവിതം തകർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഷർഷാദിന്റെ സാമ്പത്തിക ആരോപണങ്ങളിൽ പോലും മറ്റാൾ എതിർപക്ഷത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കും അവരതിന് നടത്തുന്ന ഒരു ഡിഫൻസ് എങ്ങനെയാണ് നമുക്ക് ചർച്ചയിൽ ഷർഷാദിനെതിരെയുള്ള ഒരു ആരോപണമായിട്ട് ഉന്നയിക്കാൻ പറ്റാനുള്ള സംശയമുണ്ട്. രണ്ടാമത് ഈ ഷർഷാദി പരാതി കൊടുക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? അദ്ദേഹം പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തുള്ള പരാതിയുടെ ആദ്യ ഭാഗം മാത്രം ഞാനൊന്ന് വായിക്കാം. കണ്ണൂർ ന്യൂമാഹി പെരിങ്ങാടി സ്വദേശിയായ മുഹമ്മദ് ഷർഷാദ് എന്ന ഞാൻ 90കളുടെ തുടക്കം മുതൽ നാട്ടിൽ CPIM പെരിങ്ങാടി ബ്രാഞ്ച് അംഗം, കൂടാതെ വർഗ ബഹുജന സംഘടനകളുമായി ബന്ധപ്പെട്ട് DYFI മേഖലാ ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുകയും ഇന്നോളം പാർട്ടി അനുഭാവിയായും സഹയാത്രികനായും തുടരുകയും ചെയ്തു വരുന്ന വ്യക്തിയാണ്. പിന്നീട് ജോലി ആവശ്യാർത്ഥം ചെന്നൈയിലേക്ക് പോയ കാര്യമൊക്കെ പറയുന്നുണ്ട്. നിലവിൽ കേരളത്തിൽ പാർട്ടി തലശ്ശേരി ഏരിയ ന്യൂമാഹി ലോക്കൽ കമ്മിറ്റി പ്രദേശങ്ങളിലെ പാർട്ടി നേതാക്കളുമായും സംവിധാനങ്ങളുമായും ബന്ധപ്പെട്ട് സാധ്യമായ അനുഭവ പ്രവർത്തനങ്ങളെല്ലാം പങ്കുവെച്ചു വരുന്നു. അതായത് ഞാനൊരു പാർട്ടി പ്രവർത്തകനാണെന്നും മുൻ പാർട്ടിയുടെ ഭാരവാഹി ണെന്നും നിലവിൽ പാർട്ടിയോട് സാധിക്കുന്ന രീതിയിലെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു അനുഭാവിയാണെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ പാർട്ടിയിൽ നടക്കുന്ന ചില അപജയങ്ങൾക്കെതിരെ, പാർട്ടിയിൽ തന്നെ സംഭവിച്ചുള്ള ചില അപചുതികൾക്കെതിരെ അദ്ദേഹം അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തിട്ടുള്ള ഒരു പരാതി ഈ പറയുന്ന പാർട്ടിയുടെ അംഗം തന്നെയാകുന്ന പാർട്ടിയുടെ UK ഘടകത്തിന്റെ ചുമതല വഹിക്കുന്ന രാജേഷ് കൃഷ്ണൻ എന്ന് പറയുന്ന ആള് ഡൽഹിയിലെ ഹൈക്കോടതിയിൽ കൊണ്ട് സത്യവാങ്മൂലത്തിന് സഹിത സമർപ്പിക്കുന്നത്. കോടതിയിൽ നിങ്ങളൊരു രേഖ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഫിഡവിറ്റ് സമർപ്പിക്കണം. ഞാൻ ഈ സമർപ്പിക്കുന്ന രേഖ സത്യവും ശരിയുമാണെന്ന് എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. അതായത് ഇത് ഷർഷാദ് വനിയണ്ടി എന്ന് പറയുന്ന ആള് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് തനിക്കെതിരായി കൊടുക്കുന്ന പരാതിയാണെന്ന് ഈ പറയുന്ന രാജേഷ് കൃഷ്ണ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് കൊടുത്തിട്ടുള്ള പരാതിയാണ്. ആ പരാതിയാണ് ഇപ്പോൾ ഇവിടെ മാധ്യമങ്ങൾക്ക് വലിയ ചർച്ചയായിട്ടുള്ളത്. അതായത് പാർട്ടി അനുഭാവി പാർട്ടിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ കൊടുത്തിട്ടുള്ള പരാതി പാർട്ടി അനുഭാവി തന്നെ പുറത്തു കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷങ്ങളും മെക്കെട്ട് കയറുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ട്, ഇനി ഇതിലത്തെ രാഷ്ട്രീയവും കുടുംബവും ഒക്കെ മാറ്റി വെക്കൂ. ഇവിടുത്തെ ഗൗരവമുള്ള ആരോപണം എന്താണ്? ഇവിടുത്തെ സംസ്ഥാനത്തുള്ള CPMന്റെ സമുന്നതരായിട്ടുള്ള പല നേതാക്കന്മാരും അവരുടെ സ്വത്ത്, അവർക്ക് കേരളത്തിൽ സമ്പാദിക്കുന്ന സ്വത്ത് UK-യിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ UK-യിൽ നിന്ന് പണം ഇങ്ങോട്ട് ലോണ്ടർ ചെയ്യാനും ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരാളെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നു. രാജേഷ് കൃഷ്ണ ഇവരുമായിട്ടുള്ള ബന്ധവും ഇവരിലുള്ള തന്റെ സ്വാധീനവും പല അനധികൃതമായിട്ടുള്ള പ്രവർത്തികളും നടത്താൻ വേണ്ടി സഹായിക്കുന്നു. ഈ പറയുന്ന ഷർഷാദിന്റെ കംപ്ലൈന്റിൽ ആദ്യം ഈ രാജേഷ് കൃഷ്ണയെ കാണുന്നത് എങ്ങനെയാന്ന് പറയുന്നത്, ഡൽഹിയിൽ പോയ സമയത്ത് പാർലമെന്റ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതിരുന്ന സമയത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി
അന്ന് മന്ത്രിയായിരുന്നു ഈ പറയുന്ന MV ഗോവിന്ദന്റെ മകനായിട്ടുള്ള ശ്യാം ഗോവിന്ദനെ ബന്ധപ്പെടുകയും ശ്യാം ഗോവിന്ദൻ രാജേഷ് കൃഷ്ണൻ എന്നൊരാളെ നിങ്ങളെ ഇപ്പൊ വിളിക്കും, അയാൾ എല്ലാം ശരിയാക്കി തരുമെന്ന് പറയുകയും രാജേഷ് കൃഷ്ണൻ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം അന്നത്തെ ബിജു, ആലത്തൂർ MP ആയിരുന്ന ബിജുവിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാൾ വന്നിട്ട് ഇവരെ പാർലമെന്റ് മുഴുവൻ കാണിക്കുകയും രാജേഷ് കൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. രണ്ട്, ഇവിടെ പറയുന്ന ആരോപണം എന്താ, ഈ പറയുന്ന ശ്യാം ഗോവിന്ദൻ ഒരാൾക്ക് പണം കൊടുക്കാൻ, അത് കേരളത്തിലെ ഒരു മുതിർന്ന IPS ഓഫീസറാണ്, അയാൾക്ക് കൊടുക്കാനുള്ള പണവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ശ്യാം ഗോവിന്ദന്റെ മീഡിയേറ്ററായിട്ട് രാജേഷ് കൃഷ്ണനും ഈ പോലീസുകാരുടെ മീഡിയേറ്ററായിട്ട് ഇയാളും വന്നു. ഇവർ തമ്മിൽ ഈ സംസാരിച്ച് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്യാം ഗോവിന്ദ് ഈ പാർട്ടിയിലെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാജേഷ് കൃഷ്ണയുടെ ആരോപിക്കുന്ന പ്ലാസ്റ്റ് സേവുമായി ബന്ധപ്പെട്ടത് സ്റ്റേറ്റിനെതിരെയുള്ള ആരോപണമാണ്, സർക്കാരിനെതിരെയുള്ള ആരോപണമാണ്. എന്താ, UK ഒരു എന്താ പറയുക, ഒരു പേപ്പർ കമ്പനി, നിലവിലില്ലാത്ത ഒരു വ്യാജ കമ്പനി കേരളത്തിലെ ശുചിത്വ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ മാത്രമുള്ള ഒരു വ്യാജ സംഘം കേരളത്തിൽ വന്ന് സന്ദർശനം നടത്തുകയും അത് കേരളത്തിൽ എന്തോ ശുചിത്വ പരിപാലന മേഖലയിലെ കുതിച്ചുചാട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്ത് മന്ത്രി ഉൾപ്പെടെ വാർത്താ സമ്മേളനം നടത്തുകയും ആ ഇടപാടിന്റെ പേരിൽ 50 ലക്ഷം രൂപ അനധികൃതമായിട്ട് ലോണ്ടർ ചെയ്യുകയും ചെയ്തു എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെ പോലുള്ള ആരോപണമാണ്. അതേപോലെ തന്നെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ. ഇത് ഭയങ്കര എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു പരാതിയാണ്. ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് 4-5 ഏജൻസികൾക്ക് മുമ്പിൽ ഓൾറെഡി പരാതികളുണ്ട്. അതായത് ഇവിടെ MA ബേബിക്കോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് മാത്രമല്ല പരാതിയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 2023 കേരള ഹൈക്കോടതിക്ക് മുമ്പിൽ ഒരു ഹർജി ഉണ്ടായിരുന്നു, 848/2023 എന്നുള്ളതാണ് ഹർജി. ആ ഹർജിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റുകളിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന് കൊടുത്തിട്ടുള്ള 2022 പരാതി ഉണ്ട്. ആ കോടിയേരി ബാലകൃഷ്ണന് കൊടുത്തിട്ടുള്ള പരാതി എടുത്ത് വായിച്ചു നോക്കൂ. അതിൽ സ്തോഭജനകമായിട്ടുള്ള നിരവധി വിവരങ്ങൾ പറയുന്നുണ്ട്. അതിൽ സിനിമാ മേഖലയെ പറ്റി, സാംസ്കാരിക മേഖലയെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയ മേഖലയിൽ പല ഉന്നതന്മാരായിട്ടുള്ള CPM നേതാക്കൾക്കും ഈ രാജേഷ് കൃഷ്ണനുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരാളുടെ അക്കൗണ്ടിലൂടെ, ഒരു ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഷർഷാദ് ബനിയണ്ടിക്ക് തന്നെ ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു ലോൺ തിരിച്ചടയ്ക്കാൻ പ്രയാസം വന്നിട്ട് സമയത്ത്, അയാൾക്കെതിരെ റിക്കവറി നടപടി ഉണ്ടായ സമയത്ത് ഈ രാജേഷ് കൃഷ്ണയുടെ ഒറ്റ ഫോൺ കോളിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ഫെഡറൽ ബാങ്കിന്റെ റീജിയണൽ മാനേജറെ വിളിച്ചിട്ട് ആ നടപടി നിർത്തിവെക്കണമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ നടപടി നിർത്തിവെക്കുകയും ഒരു ധനമന്ത്രി നേരിട്ടൊരു ബാങ്കിന്റെ ഉദ്യോഗസ്ഥനെ വിളിക്കുന്നത് തന്റെ കരിയറിലെ ആദ്യത്തെ അനുഭവമാണെന്ന് അയാൾ പറഞ്ഞു എന്ന് ഷർഷാദിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ധനമന്ത്രിക്കെതിരെ നേരിട്ടുള്ള ആരോപണമുണ്ട്. ഇത്രയും ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങൾ നിൽക്കുമ്പോൾ ഇതിനെ ഒന്നും അഡ്രസ് ചെയ്യാതെ, ഇതൊന്നും എന്തുകൊണ്ട് ശരിയല്ലെന്ന് പറയാതെ, ഇവിടെ എന്തുകൊണ്ട് ഇപ്പൊ PMLA പ്രകാരം, FMA പ്രകാരം അല്ലെങ്കിൽ ഫെറ പ്രകാരമുള്ള സംഭവം ED എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് ചോദിക്കാം. പക്ഷേ പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാതെ, ഒരു FIR ഇല്ലാണ്ട്, ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ലാണ്ട് EDക്ക് കേസെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ പോലീസിന് മുമ്പിൽ പരാതിയുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് DGPക്ക് മുമ്പിൽ പരാതിയുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിക്ക് മുമ്പിൽ പരാതി ഉണ്ടായിരുന്നു. കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിൽ ഒരു പരാതി പെൻഡിംഗ് നിൽക്കുന്നുണ്ട്. ഇത്രയും പരാതികളുള്ളപ്പോൾ ഈ പറയുന്ന ഏജൻസികൾക്ക് മുമ്പിൽ എല്ലാം ഈ വിവരങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ CPMന്റെ മുതിർന്ന നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിനൊന്നും മറുപടി പറയാതെ ഈ പരാതി പറയുന്ന ആൾക്ക് ഇത് ഉന്നയിക്കാനുള്ള അവകാശമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും ഈ ആരോപണങ്ങളൊക്കെ മാതൃഭൂമി പോലത്തെ ഒരു സ്ഥാപനം ഉന്നയിക്കാനേ പാടില്ലായിരുന്നു എന്ന ഭീഷണി കൊണ്ടും നിങ്ങൾ ആരുടെ വായ അടപ്പിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഇതിൽ ഉത്തരം അറിയാൻ പൊതുസമൂഹത്തിന് അവകാശമുണ്ട്. ഈ പറയുന്ന രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾക്ക് ഇവിടെ നിന്ന് പണം കൊണ്ടുപോകാനും അവിടെ നിന്ന് പണം അയക്കാനുമുള്ള ഇടനിലയായിട്ട് ഇവിടുത്തെ CPMന്റെ സന്നാഹങ്ങളും സംവിധാനങ്ങളും മുഴുവൻ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന ഷർഷാദിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ, അതല്ലെങ്കിൽ അത് സത്യമല്ലെന്ന് വിശദീകരിക്കേണ്ട ബാധ്യതയിൽ നിൽക്കില്ലേ? ഈ ആരോപണം ഉന്നയിക്കുന്ന ആളെ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളിൽ മുഴുവൻ പഠിക്കുന്നതിൽ എന്താ അർത്ഥം? ശരി, ഇവിടെ ശ്രീ വസീഫ്, ഇപ്പോൾ ആരോപണങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് ഉന്നയിക്കപ്പെട്ടല്ലോ. അപ്പോൾ ഈ കാര്യത്തിൽ CPIM എന്ന പാർട്ടി വിശദീകരിക്കണ്ടേ? അസംബന്ധം എന്ന് പറഞ്ഞാൽ മതിയോ? CPM സംസ്ഥാന സെക്രട്ടറിക്കും മറ്റ് മന്ത്രിമാരടക്കമുള്ള ആളുകൾക്കും ഈ കാര്യത്തിൽ അവരുടെ കാര്യങ്ങൾ പറയാമല്ലോ. ആകെ തോമസ് ഐസക്ക് മാത്രമാണ് കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്ത് എന്തുകൊണ്ട് ഈ ആരോപണങ്ങൾ വിശദീകരിക്കുന്നില്ല? ഇപ്പോൾ രാജേഷ് കൃഷ്ണ കുറച്ചു മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം എവിടെ നിന്നാണ്, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അദ്ദേഹം എവിടെ നിന്നാണ് ഈ കത്ത്, ഈ പരാതി കിട്ടിയത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നില്ല കേട്ടോ. അദ്ദേഹം കോടതിയിൽ കൊടുത്ത പരാതിയാണല്ലോ, അദ്ദേഹം കോടതിയിൽ കൊടുത്ത അതിനോട് ചേർത്ത് കൊടുത്തിട്ടുള്ള രേഖയാണല്ലോ. അതെവിടെ നിന്ന് സോഴ്സ് ചെയ്തു എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ രാജേഷ് കൃഷ്ണ എന്തുകൊണ്ടാണ് CPMന്റെ പാർട്ടി കോൺഫറൻസിൽ പങ്കെടുക്കാൻ വന്നിട്ട് അവിടെ എത്തിയതിന് ശേഷം വിലക്കിയത്? ഇപ്പോൾ ഞാൻ നാളെ വസീഫ് പാർട്ടി കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ, പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ എനിക്ക് വസീഫിനെ ഇഷ്ടമല്ല കേട്ടോ, ഇയാളെ നിങ്ങൾ പങ്കെടുപ്പിക്കരുതെന്ന് അശോക് ദാവളേക്ക് ഒരു കുറിപ്പ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വസീഫ് വരേണ്ട പൊക്കമെന്ന് പറയോ? ഇല്ലല്ലോ. മറിച്ച് പാർട്ടിക്ക് ഒരു ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇതൊന്നും ഇത് എന്തൊക്കെയോ സംഗതികളാണ് എന്നും ഇതൊന്നും വസ്തുതയല്ല എന്ന് പറയണ്ട. ഒരുപാട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ വിശദീകരിക്കാൻ ബാക്കിയുണ്ട് ശ്രീ വസീഫ്. ഏതായാലും അഭിലാഷേ, നിങ്ങളുടെ ഈ ഒരു താല്പര്യം ഏതായാലും ഒരു കൗതുകമുള്ള താല്പര്യം തന്നെയാണ്.
ഇപ്പോൾ നേരത്തെ ഞാൻ ഇടപെട്ടു എന്ന് പറഞ്ഞത് അതുകൂടി ഒന്ന് പറയണമല്ലോ പ്രേക്ഷകർക്ക് മുമ്പിൽ. ഞാൻ ഇനിയും ഇരുന്നെങ്കിൽ ചിലപ്പോൾ ജ്യോതികുമാർ ചാമക്കാല കയറി ഡൊണാൾഡ് ട്രംപുമായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ബന്ധമുണ്ട്, ഇടപാടുണ്ട് എന്ന് വരെ പറഞ്ഞു പോയിരുന്നു. ആ രീതിയിലാണ് പറയുന്നത്. അതിനിടയിൽ അഭിലാഷ് ഉറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഇടപെടലും ഇല്ല. ഞാൻ പറയുമ്പോൾ മാത്രം കൊത്തി വരുന്ന ഇവിടെ നോക്കൂ, നിങ്ങൾ പാർട്ടിക്കെതിരെയാണ് കോൺഗ്രസിനെതിരെയാണെങ്കിൽ നിങ്ങൾ എടുക്കില്ലല്ലേ? നിങ്ങൾ കോൺഗ്രസിനെതിരെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അല്ല അഭിലാഷ്, നിങ്ങൾ പിന്നെ ഇടപെടന്നെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തൊട്ടു മുമ്പ് ഞാൻ മുസ്ലിം ലീഗിന്റെ നേതാവ്, അത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്റെ പ്രൊമോഷന് വേണ്ടി ഹാജരാക്കി കേസെടുത്തു. നിങ്ങൾക്കൊരു വാർത്തയേ അല്ല. നേരെ മറിച്ച് ഒരു പെൺകുട്ടി, CPM-ന്റെ പാർട്ടി അംഗം പോലും അല്ലാത്ത ഒരു പെൺകുട്ടി ഒരു വിഷയം വേറെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സമയം തന്നാ മതി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താങ്കളാണല്ലോ ഒരു സമയം തന്നാ മതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പൊ അതില് ചോദ്യങ്ങളുണ്ട് BJP പ്രതിനിധിയോടാണ്. നിങ്ങളുടെ മാതൃഭൂമി വാർത്ത ഇത്. കോൺഗ്രസിനെതിരെയുള്ള വിഷയമാണെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് നമുക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണ്ടത്. അവരോട് ചോദിക്കും. അതൊരു സാധാരണ കാര്യമാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര വിഷയമായി പോയെന്നൊന്നും പറയല്ലേ. താങ്കൾക്ക് അറിയാം, എത്രയോ കാലമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്. ഈ വിഷയത്തിൽ നിങ്ങളാണ് മറുപടി പറയേണ്ടത്, വിശദീകരിക്കേണ്ട ആളുകൾ. അതുകൊണ്ടാണ് താങ്കളോട് ആവർത്തിച്ച് ചോദ്യം ചോദിക്കുന്നത്. അല്ല അപ്പൊ എന്നെ വിശദീകരിക്കാൻ സമ്മതിക്കല്ലേ? അതല്ലല്ലോ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇവർ ഈ പറയുന്ന കുറെ കാര്യങ്ങള്, ഈ മോൻസൺ മാവുങ്കലും കെ സുധാകരനും ഒക്കെ തമ്മിൽ നടത്തിയ ഇടപാടുണ്ടല്ലോ, അതുപോലെ ഒന്നും ഒരു ഇടപാടും ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ എവിടെയും നടത്തുന്നില്ല. ഒരു തരത്തിലും ഒരു കോടതിയിലും നിങ്ങൾക്ക് അതൊന്നും തെളിയിക്കാനും പറ്റില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ എഴുതിയ ഒരു കുറിപ്പുണ്ട്, അത് ഞാൻ തൽക്കാലം ഒന്ന് വായിക്കാം. ആടിനെ പട്ടിയാക്കുന്ന ഒരുത്തന്റെ വർത്താനം കേട്ട് അയാൾ വിസർജിച്ച അമേദ്യം ഇപ്പൊ ബിരിയാണി ആകുമെന്നും കരുതി അത് രുചിച്ചു നോക്കുന്നവർ ചെയ്തോളൂ. തൊട്ടു നോക്കുന്നവർക്ക് അങ്ങനെ ആവാം, ഇത് ചെറിയ പോസ്റ്റാ. മണക്കുന്നവർക്ക് അതും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ. മണക്കുന്നവർക്ക് അതും ചെയ്യാം. ഇവരുടെ മുൻ ജീവിത പങ്കാളി എഴുതിയതാണ് കേട്ടോ. അടിച്ചു തളിച്ച് വൃത്തിയാക്കിയ എന്റെ ഉമ്മറത്തോട്ട് അതും പിടിച്ചു കയറാൻ നോക്കണ്ട, നടക്കൂല. നഹി എന്ന് പറഞ്ഞ നഹി. എഴുതിയത് ഈ പറയുന്ന പരാതിക്കാരന്റെ മുൻ ഭാര്യ, അവരുമായി കേസ് നടത്തി നിൽക്കുന്ന, അവരെ കൊണ്ട് വല്ലാതെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ എഴുതിയതാണ്. ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ പറയാം. രുചിച്ചു നോക്കുന്നവർക്ക് അങ്ങനെയാവാം. ഞങ്ങൾക്കും അതന്നെ പറയാനുള്ള അഭിലാഷേ. ഞങ്ങൾക്കും മാതൃഭൂമിയോട് പറയാനുള്ളത്, ആടിനെ പട്ടിയാക്കുന്ന ഒരുത്തന്റെ വർത്താനം കേട്ട് അയാൾ വിസർജിച്ച അമേദ്യം ഇപ്പോ ബിരിയാണി ആകുമെന്നും കരുതി അത് രുചിച്ചു നോക്കുന്നവർ ചെയ്തോളൂ. തൊട്ടു നോക്കുന്നവർക്ക് അങ്ങനെയും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് എന്താണ് എന്നുള്ളത് പത്രം വായിക്കുന്ന ആളുകൾക്ക് അറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും ഓൺ ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോളാം. ഇവിടെ മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ 25 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി നിങ്ങൾക്ക് ഒരു വിഷയമല്ല. ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? മലപ്പുറത്തെ മുസ്ലിം ലീഗിനിടയിൽ തന്നെ നടപടിയെടുത്ത ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ഇനി ഞാൻ പറയാം. ഇതേ കക്ഷി ആര്? ഈ പരാതിക്കാരൻ 2024 മെയ് മാസം 17-ാം തീയതി ഈ ഷർഷാദ് ബിനിയാണ്ടി ഞങ്ങളുടെ പാർട്ടിക്കും അതുപോലെ വിവിധ 10ഓളം നേതാക്കന്മാർക്കും അയച്ചൊരു കത്തുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, CPIM-ഉം അതിന്റെ സെക്രട്ടറി MV ഗോവിന്ദനും ഏതെങ്കിലും തരത്തിലുള്ള നിഗൂഢമായ സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെട്ടതായി ഞാൻ ഒരിക്കലും ആരോപിച്ചിട്ടില്ല. എനിക്ക് അദ്ദേഹത്തോട് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ ധാർമ്മികതയെയും തത്വങ്ങളെയും ഞാൻ എന്നും ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാ. അത് ഇവർ കാണുന്നില്ല. ഓക്കെ, എന്റെ കുടുംബത്തെ നശിപ്പിച്ച ശ്രീ രാജേഷ് കൃഷ്ണനെ കുറിച്ചാണ് എനിക്ക് ആശങ്ക. അതിനെ കുറിച്ചാണ് പരാതി. ഇത് ഇദ്ദേഹം 2024 മെയ് മാസം 14-ാം തീയതി അയച്ച മെയിലും അതോടൊപ്പം വിവിധ ആളുകൾക്ക് കൊടുത്ത പരാതി, അതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അവിടെയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെയും പറയുന്നുണ്ട്, ഏതാ ഈ മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഞാൻ മമ്മൂട്ടിയെ കൂട്ടുപിടിച്ചുന്ന ഒരിക്കലുമല്ല. ഞാൻ ഈ പറയുന്ന മറുനാടനെ എതിർത്തത്. നിങ്ങൾക്കത് അംഗീകാരമായിരിക്കും. ഈ പറയുമ്പോൾ എല്ലാം കൂട്ടി വെച്ച് പറയണ്ടേ നമ്മള്? ഈ അടിസ്ഥാനമില്ലാതെ കുറേ ഇങ്ങനെ വായിൽ തോന്നുന്നത് അങ്ങ് വിളിച്ചു പറഞ്ഞ് ഒരു കത്തും ഉണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ പോവുകയാണോ? അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ.
ഇതിനൊക്കെ ഒരു വ്യവസ്ഥയൊക്കെ വേണ്ടേ? അതിനെ പിടിച്ച് ഒരു ചെറിയ വാർത്ത അതൊന്നും അല്ലല്ലോ, ഒരു വലിയ സംഭവമാക്കി ഇപ്പോ ഒരു ആഗോള പ്രതിഭാസമായി അങ്ങ് വരും. ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാലയോട് തന്നെ പറയാം, രാജ്യത്ത് ഈ വോട്ട് മോഷണത്തെ കുറിച്ച് വലിയ ചർച്ചയും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യ ബ്ലോക്കിന്റെ പത്രസമ്മേളനം ഒക്കെ നടക്കുന്ന സമയ, അപ്പോഴാണ് ഇങ്ങനെ ഒരു ചർച്ചയായിട്ട് വരുന്നത്. അപ്പൊ ഒരു പ്രശ്നവുമില്ല. ഇതാ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ എന്ത് അടിസ്ഥാനമുണ്ട് എന്നാ പറയുന്നത്? അല്ല, എവിടെയാണ് ഇതിന്റെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണം നടത്തുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ മലപ്പുറത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് മുതൽ ഇന്ത്യ മുന്നണിയുടെ വാർത്താ സമ്മേളനം താങ്കൾ പറഞ്ഞു ആരോപണങ്ങൾ കുറെ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും വിശദീകരണം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ? അസംബന്ധം എന്ന് പറഞ്ഞാൽ അസംബന്ധം തന്നെയാണ്. ഇങ്ങനെ അഭിലാഷിന് നാളെ അല്ലെങ്കിൽ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് രണ്ടാളെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ നിരത്തി പരാതി എടുത്തൂടെ? ഓരോരുത്തർ ഇപ്പൊ അദ്ദേഹത്തിന്റെ മുൻ ജീവിത പങ്കാളിക്കെതിരെയുള്ള ആ പ്രശ്നം പരിഹരിച്ചു കിട്ടണം, അല്ലെങ്കിൽ അത് തീരണം, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ തീരണം. അതിന് ഓരോരുത്തരെയും കൂട്ടി വെച്ച് എന്തൊക്കെ എഴുതി വെച്ച് പറഞ്ഞു എങ്ങനെയൊക്കെ അതൊക്കെ ചെയ്താൽ ഇത് വലിയ വിവാദമായി വരും. ഇതേ പങ്കാളി, ഇതേ മുൻ പങ്കാളി ഫേസ്ബുക്കിൽ മറ്റും കുറിച്ചിട്ടുണ്ട്. എന്താ കുറിച്ചത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പോലും, മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച്, മുൻകാലങ്ങളിൽ കേരളത്തിൽ നടന്നതുപോലെ മാധ്യമങ്ങളെ കൂട്ടിപ്പിടിച്ച് എന്നെ മോശമാക്കും, എന്നെ അപമാനിക്കും, എന്നെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തവളാക്കും, എനിക്ക് സിനിമ കിട്ടാതെയാക്കും എന്നൊക്കെ വൈകാരികമായി ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. ഈ സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഇടപെടലുകൾ നടത്തി ഈ സമൂഹത്തിൽ ഉന്നത രീതിയിൽ ജീവിക്കാൻ സാധ്യത ഒരു സിനിമ പോലും എടുത്ത് നല്ല വിജയത്തിലേക്ക് എത്തിയ അവരുടെ ജീവിതത്തെ കുറിച്ചോ അവരുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചോ ആർക്കും ഒരു കംപ്ലൈന്റ് ഇല്ല. മറുനാടനെ കൂട്ടുപിടിച്ചു ഇവിടെ ഇപ്പൊ മാതൃഭൂമിയെ കൂട്ടുപിടിച്ചു. മറുനാടന് സമമാണോ മാതൃഭൂമി? അങ്ങനെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പാരമ്പര്യമുള്ള ഒരു പത്രമാണ് മാതൃഭൂമി. അതാ ഞാൻ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അല്ലാതെ സവിശേഷമായി എന്തെങ്കിലും മാതൃഭൂമി അത് പ്രസിദ്ധീകരിക്കല്ല ചെയ്തത്. 2023 നിങ്ങൾ ഉൾപ്പെടെയുള്ള മാതൃഭൂമി, അല്പം പ്രശ്നമുണ്ട് അഭിലാഷേ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാതൃഭൂമി 2023 ഞാൻ പറഞ്ഞ ഈ വാർത്തക്ക് കൊടുത്ത പ്രാധാന്യം എത്രയാ? ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോ നിങ്ങൾ പറയാ നിങ്ങളുടെ പോലീസാണ്, നിങ്ങൾക്ക് ഇടപെട്ടൂടെ, നിങ്ങൾക്ക് കേസെടുത്തൂടെ? അതിന് കേസെടുക്കാനേ വകുപ്പുള്ളൂ. കേസെടുത്തു, പ്രതിയെ തിരയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു വകുപ്പുണ്ട്, നിങ്ങൾ ഒരു ആയുധമായി ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നാട്ടിലാകെ പ്രചരിപ്പിക്കുക എന്നുള്ളതാ. CPIM എന്ന പാർട്ടിക്ക് ഒരു പരാതി കൊടുത്തതും ആ പരാതി പുറത്തായതും ആ പരാതി കോടതി രേഖയായതുമാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത്. അത് പത്രം വായിക്കുന്ന മലയാളം അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും. പറഞ്ഞാൽ മതി. അഭിലാഷെങ്കിലും പറഞ്ഞാൽ മതി. എന്താ പറയണ്ടേ? ഞാൻ പറയാം. മോൻസൺ മാവുങ്കലിന്റെ ഇടപെടലും കേസും ഒക്കെ ഇവിടെ നമ്മൾ കണ്ടതല്ലേ. മോൻസൺ മാവുങ്കലിന്റെ കേസ് എത്രയോ ദിവസം ചർച്ചയായി. എണ്ണാൻ കഴിയാത്തത്ര ദിവസം. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ പേര് പറയാൻ പറ്റുമോ? 2 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളാ. ഒരാൾ 25 കോടി തട്ടു, മറ്റൊരാള് ഇതുപോലെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അത് ഹാജരാക്കി. ഒന്നും പറയാൻ പറ്റില്ല. ഞാനിതിവിടെ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് വളരെ പ്ലെയിൻ ആയിട്ട് നിങ്ങളുടെ പാർട്ടിക്ക് കൊടുത്ത പരാതി, നിങ്ങളുടെ അനുഭാവിയായ നിങ്ങളുടെ നേതാക്കളെ ലണ്ടനിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആൾ കോടതിയിൽ കൊടുത്ത കാര്യം, ഇതിൽ പൊടിപ്പുമില്ല, തൊങ്ങലുമില്ല, ഭാവനയില്ല, ഒന്നുമില്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഫാക്ട്സ് മാത്രമേ ഉള്ളൂ. എവിടെയാണ്? ഒരു കഥയുമില്ല, രേഖകൾ മാത്രമാണ് ചാമക്കാല ചോദിച്ചതുപോലെ. പിന്നെ ചാമക്കാല ഇവിടെ പറഞ്ഞു കേസ് കൊടുക്കോന്ന്. രേഖകളാ ഞാനും പറഞ്ഞത്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ രേഖ കേരളത്തിൽ ഒരു ദിവസം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എല്ലാ ക്രിമിനൽ കേസുകളും പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ പറ്റുമോ? നാണമുണ്ട് അഭിലാഷേ? ഒരു 10 മിനിറ്റ് ചർച്ച ചെയ്യ്. ഒരു 10 മിനിറ്റ് ചർച്ച ചെയ്യ്. ആ പാവം പെൺകുട്ടിയെ ദിവസങ്ങളോളം വേട്ടയാടില്ലേ? താങ്കൾ ഏത് കേസിന്റെ കാര്യമാണ് പറയുന്നത്? ഈ കോൽക്കളത്തിന്റെ കാര്യമാണ് എങ്കിൽ നിങ്ങളല്ലേ കേരളം ഭരിക്കുന്നത് സാർ. അവിടെ എന്തെങ്കിലും അവരെ രക്ഷിക്കാനോ അല്ലെ അയാളെ രക്ഷിച്ച് കൊണ്ടുപോകാനോ ഉള്ള എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ചർച്ച ചെയ്യാം. ആരെങ്കിലും അയാളുടെ ക്രിമിനൽ കുറ്റം ചർച്ച ചെയ്യാം, കുഴപ്പമില്ല. ഇത് ഒരു കാര്യം പറയുമ്പോ വേറെ കാര്യം പറയല്ലേ? ശരി, താങ്കൾ ഒരുപാട് സമയം വിശദീകരിച്ചല്ലോ. ഞാൻ ചോദ്യത്തിന് പക്ഷെ ഉത്തരം പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഫോട്ടോ എന്താണ് വിശദീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് രാജേഷ് കൃഷ്ണ സോഴ്സ് പറയാത്തത്? തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. താങ്കൾ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, സമയം പോയി.
സമയം പോയി. അല്ല, അതൊക്കെ നിങ്ങൾ ഒന്നാമത് രാജേഷ് ഓണക്കാലമാണ്, ഒരുപാട് കൃഷ്ണനോട് പരസ്യമുണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ആയ ആളായിരിക്കും, നിങ്ങൾക്ക് ചോദിക്കാൻ രാജേഷ് കൃഷ്ണനോട്, അതിലൊന്നും തർക്കമില്ല. ശരി, പിന്നെ ശരി. ഇപ്പൊ ഇവിടെ ചാമക്കാല പറഞ്ഞതുപോലെ കേസ് കൊടുക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ശരി, ഓക്കെ, നല്ലത്. പാർട്ടി സെക്രട്ടറി കേസ് കൊടുക്കണോ, പാർട്ടി സെക്രട്ടറിയുടെ മകൻ കേസ് കൊടുക്കണോ എന്നൊക്കെ ആരോപണ വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ ഈ കത്തിൽ പരാമർശിച്ചിരിക്കുന്ന എല്ലാവരും കേസ് കൊടുക്കും. തോമസ് ഐസക് കേസ് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. കേസ് കൊടുക്കും. അപ്പൊ എല്ലാവരും കേസ് കൊടുക്കും. പിന്നെ പറഞ്ഞു അല്ല, ഫെഡറൽ ബാങ്കിലെ ലോണ് അതും ഐസക് പ്രതികരിച്ചതാ. പിന്നെ ഇവര് പറയുന്ന വിവാഹമോചനം, മോഡിയുടെ കാര്യമൊന്നും കുടുംബജീവിതത്തിൽ അതൊന്നും പോകാനുള്ള സമയമില്ല. ഇനിയിപ്പോ ജ്യോതികുമാർ ചാമക്കാല ഈ 2022 കാലത്ത് ഡ്രാഫ്റ്റ് ചെയ്ത ഒരു പരാതിയാണ് പിന്നീട് CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം കഴിഞ്ഞ വർഷം അദ്ദേഹം മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന് ഒരു അഭിമുഖം കൊടുത്തു. ആ അഭിമുഖത്തിന് ശേഷം, ആ അഭിമുഖമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം CPIM-ന് അതുപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, MA ബേബി അങ്ങനെ തുടങ്ങിയ നിരവധി CPM നേതാക്കൾക്ക് അദ്ദേഹം ഒരു ഇമെയിൽ അയച്ചു മെയ് 17, 2024. അതിൽ അദ്ദേഹം പറയുന്നത്, ഐ ഹാവ് നെവർ അക്യൂസ്ഡ് CPIM ആൻഡ് ഇറ്റ്സ് സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ ഓഫ് ഇൻഡൾജിങ് ഇൻ എനി ഷെയ്ഡി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഐ ഹാവ് ദ ഹയസ്റ്റ് റിഗാർഡ് ആൻഡ് റെസ്പെക്ട് ഫോർ ഹിം ആൻഡ് ഹാവ് ഓൾവേസ് ബീൻ ആൻ ആർഡന്റ് അഡ്മയറർ ഓഫ് ഹിസ് എത്തിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെയാണ്. അപ്പൊ ഞാൻ നേരത്തെ ഈ പരാതിക്കാരന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദിച്ചല്ലോ. അപ്പൊ അദ്ദേഹം തന്നെ മറുനാടൻ മലയാളിക്ക് കൊടുത്ത ഇന്റർവ്യൂവിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ മെയിലാണ് ഇപ്പോൾ ഈ വായിച്ചത്. ഇപ്പൊ നാളെ എന്ത് പറയുമെന്ന് അറിയാൻ പറ്റില്ല നമുക്ക്. അഭിലാഷേ, ഓണക്കാലമാണ്, മാതൃഭൂമിക്ക് കുറച്ച് കൂടുതൽ പരസ്യം കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് പറയാനുള്ള ചുരുക്കം, അത് പറയുമ്പോൾ വസീഫ് ഇടപെടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം മോൻസൺ മാവുങ്കലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. മോൻസൺ മാവുങ്കലിന്റെ അംശവടിയും പിടിച്ച് അദ്ദേഹത്തിന്റെ മറ്റേ കസേരയ്ക്കകത്ത് ഇരുന്നയാളുടെ പേര് പിന്നെ നമ്മുടെ ലോക്നാഥ് ബെഹ്റ എന്നാണ്, അന്നത്തെ DGP ഈ സംസ്ഥാനത്തിന്റെ. കൂടെ അപ്പുറത്ത് വടിയും പിടിച്ചുകൊണ്ട് നിന്നയാളുടെ പേര് ഈ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി, ഇപ്പോൾ DGP റാങ്കിലുള്ള മനോജ് എബ്രഹാമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അത്തരത്തിലായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ വിശ്വാസ്യത. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു, ഈ പറയുന്ന പരാതിക്കാരന്റെ ഭാര്യ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ പറയുന്നത്, അതിനകത്ത് അദ്ദേഹം പറഞ്ഞെന്താണ്, ഈ കൊടുത്ത പരാതി അമേദ്യമാണ്, വിസർജ്യമാണെന്നൊക്കെ കരുതിക്കൊണ്ട് പിന്നെ വലിച്ചെറിയുന്നതിന് പകരത്തേക്ക് അത് ബിരിയാണിയാണെന്ന് കരുതി കഴിച്ചോ അതോ മറ്റെന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ. വസീഫ് ദയവ് ചെയ്ത്, എനിക്ക് ഫോൺ കട്ടായിട്ടുണ്ട്, പക്ഷെ വസീഫ് ഇതിനകത്ത് ഇടപെടരുത്. മര്യാദ കാണിക്കണം വസീഫെ, മര്യാദ എന്നുണ്ടെങ്കിൽ മര്യാദ കാണിക്കണം. അപ്പോ ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത്, അമേദ്യം എങ്ങോട്ടാ വസീഫെ വിളമ്പിയത്? അമേദ്യം വിളമ്പി കൊടുത്തത് PB അംഗങ്ങളുടെ മുമ്പിലേക്കാണെന്നേ. ആ അമേദ്യം ബിരിയാണിയാണെന്ന് കരുതി കഴിച്ചോ എന്ന് പറയുന്നത്, ബിരിയാണിയാണെന്ന് കരുതി കഴിച്ചോ എന്ന് പറയേണ്ടത് പോളിറ്റ് ബ്യൂറോ ആണെന്നേ. അതോ അമേദ്യം വല്ല നല്ല ഉണക്കിറച്ചിയാവൂന്ന് കരുതി ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പറയേണ്ടത് PB ആണെന്നേ. ഞങ്ങളുടെ ഒന്നും മുമ്പിലല്ല ഈ അമേദ്യം വിളമ്പി തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അമേദ്യം എന്ന് പറയേണ്ട ഉത്തരവാദിത്വം PBക്കാണുള്ളത്. ഞാൻ അതുകൊണ്ട് അതെ നിങ്ങൾ ഉണക്കി സൂക്ഷിച്ചിരിക്കുകയാണേ. ഞാൻ ഒറ്റ ചോദ്യം, താങ്കൾ അസ്വനായിരിക്കൂ. അത് ഉണക്കി സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങളാണ്. കാരണം നിങ്ങൾ അതിൽ തീരുമാനമെടുത്തോ, നിങ്ങൾ ആ പരാതിക്കാരനെ അറിയിച്ചോ ആ പരാതി വ്യാജമാണെന്നോ അല്ലെങ്കിൽ പരാതിക്ക് അടിസ്ഥാനമില്ലെന്നോ അങ്ങനെയൊന്നും പറയരുത്. അതിനപ്പുറത്തേക്ക് കിടന്ന് ഉരുളല്ലേ. മര്യാദ കാണിക്കണം, മര്യാദ കേട്ടോ. ചർച്ചയിൽ മര്യാദ കാണിക്കണം. ശരി, ഒരാൾ പറയൂ. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ അവസരം. അതെ, അതൊക്കെ നിൽക്കട്ടെ. ഞങ്ങളിൽ ഇടപെട്ടില്ലോ. ഇനി അതിനപ്പുറത്തേക്ക് ഇവിടെ സരിതാ നായർ എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ടായിരുന്നു. സരിതാ നായർ, അവള് ഛർദ്ദിച്ചു വെച്ചത് അതൊക്കെ നല്ല ഫലൂടയാണെന്ന് പറഞ്ഞ് കഴിച്ചവരാ ഇന്നത്തെ PB അംഗങ്ങളായ പിണറായി വിജയനും വിജയരാഘവനും MV ഗോവിന്ദനും ഒക്കെ. താങ്കൾക്ക് അറിയാമോ? ഫലൂടയാണെന്ന് പറഞ്ഞാ കഴിച്ചത്, അവരുടെ വിസർജ്യങ്ങൾ ഛർദ്ദിച്ചു വെച്ചത്. എന്നിട്ട് വന്നിരിക്കുക, ഞങ്ങളുടെ ചോദ്യം, ഈ പരാതി ഇതേ പരാതി എന്താ വിവരം കെട്ടവനെ മര്യാദക്ക് വ്യക്തിപരമായ തർക്കങ്ങളിലേക്ക് പോകേണ്ടി വരും. വിഷയങ്ങളിലേക്ക് പ്ലീസ്. ചർച്ചയിൽ മര്യാദ കാണിക്കണം. അപ്പോ അത്തരത്തിൽ സരിതാ നായർ വിസർജനം അതെല്ലാം ഫലൂടെയാണെന്ന് കരുതി കഴിച്ച നേതാക്കന്മാരാണ് ഹൈക്കോടതിയിൽ പോയല്ലോ. ഹൈക്കോടതിയിൽ പോകുമ്പോ എന്താ അവസ്ഥ? ഹൈക്കോടതിയിൽ ചെല്ലുമ്പോ ഈ ഉണക്കാമേദ്യമാണോ കൊണ്ടുപോയത് അതോ ഉണക്ക ബിരിയാണിയാണോ കൊണ്ടുപോയത്? വിവരം വേണം, വിവരം. DYFI എന്ന് പറഞ്ഞ കാര്യമില്ല, DYFI എന്ന് പറഞ്ഞു തരില്ല. ഒരു പരാതി കിട്ടി, രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള പരാതി കിട്ടിയിട്ട് അതെടുത്ത് കഷത്ത് വെച്ച് നടക്കുക, ഒരു തീരുമാനവും എടുക്കാതെ. പറയുന്നേ മറുപടി. എന്നാ PB തീരുമാനം എടുത്തത്? തീരുമാനം എടുത്തിട്ടുണ്ടോ? എന്ത് തീരുമാനം എടുത്തു? മര്യാദ ഉണ്ടെങ്കിൽ പറയൂ. ഉണ്ടോ? തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇല്ല.
അപ്പൊ നിങ്ങളവിടെ സൂക്ഷിച്ചു, നിങ്ങൾ ഉണക്കി സൂക്ഷിച്ചു. നിങ്ങൾക്ക് സോളാർ ഈ പരാതി ആരാ? സോളാർ പരാതി ആരാ ഉന്നയിച്ചത്? വലിയ നല്ല ഫ്ലേവർ ആണെന്ന് തോന്നി. സരിതയുടെ പരാതി ആരാ ഉന്നയിച്ചത്? നിങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ ഫേസ്ബുക്ക് എടുത്തോണ്ട് വരരുത് എന്റെ വസീബെ, വെറുതെ ആരുടെയെങ്കിലും ഒക്കെ ഫേസ്ബുക്ക് എടുത്തോണ്ട് വരരുത് നമ്മുടെ ഉത്തരം പറയാതെ കാതലായ ഏതെങ്കിലും ചോദ്യത്തിന് മറുപടി വേണോ? ഈ ചർച്ചയിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റാണെന്ന് പോലും നാണമില്ലേ, മാനമില്ലേ, അഭിമാനമില്ലേ? വാദോദികളുമായി വരാതെ സമയം പറഞ്ഞിരിക്കുന്ന രാജ്യദ്രോഹം ഉൾപ്പെടെ മന്ത്രിമാർക്ക് ഹവാല, റിവേഴ്സ് ഹവാല ഉൾപ്പെടെ ഈ സംസ്ഥാനത്തേക്ക് നടക്കുമ്പോ അതിനെ കുറിച്ച് ചോദിക്കുമ്പോ അതിന് മറുപടി ഇല്ലാതെ ഇങ്ങനെ ഗഗ്ഗൊക്കെ പറഞ്ഞ് നടന്നാ പോരാ, മറുപടി പറയണം. ശരി, ഓക്കെ 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 ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത് ചർച്ചയായ നമുക്ക് അതിന് ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.